നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ എക്സാമിന് വേണ്ട ഒരു ഫൈനൽ റിവിഷൻ ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷൻസ് നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ താഴത്തെ അതിൻ്റെ ലിങ്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റിവൈസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ബാക്കി എല്ലാം കൂടിയാണ്, ഒരു ഫൈനൽ ടച്ചാണ്. എന്തായാലും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്, ഫുള്ളായിട്ടുള്ള ഒരു റിവിഷൻ അല്ല. അപ്പോൾ ഈ ഭാഗങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് പോകണം. ഇത്രയും പറയുന്നതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് എന്ന് ഇനിയും ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് അതാണ്. എന്താണ്? ഇനി ഈ എക്സാമിന് വരാവുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഏതൊക്കെ പോർഷനാണ് നമ്മൾ കവർ ചെയ്തിട്ട് ഇന്നിരുന്ന് പഠിച്ചിട്ട് പോകേണ്ടത്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സമയങ്ങളെ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് CCPLUS എൻ്റെ ചാനലിൽ കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. അവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിലുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം ഇലക്ട്രോ കെമിസ്ട്രി ആണ് അല്ലേ. ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്തെല്ലാം പെട്ടെന്ന് നോക്കണം, എന്തെല്ലാം അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഇതെന്താണ്, ഡാനിയൽ അല്ലേ, ഒരു ഡാനിയൽ സെൽ ഈസ് എ ഗാൽവാനിക് സെൽ ഇൻ വിച്ച് സിങ്ക് ആൻഡ് കോപ്പർ ആർ യൂസ്ഡ് അല്ലേ. സിങ്കും കോപ്പറും കൂടി യൂസ് ചെയ്ത ഒരു ഗാൽവാനിക് സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് സെൽ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ആനോഡ് എന്താണ്, സിങ്ക് കോപ്പർ അല്ലേ, സിങ്കും കോപ്പറും ഉള്ളതാണ്. അവിടെ അവിടെ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. എന്താണ് അവിടെ, സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് എന്താകുന്നു, സിങ്ക് 2+ ആകുന്നു അല്ലേ. സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് എന്താകുന്നു, സിങ്ക് 2+ ആകുന്നു. ഓക്കെ, അതാണ് അവിടെ ആനോഡിൽ നടക്കുന്നത്. അത് ഓക്സിഡേഷൻ ആണ്. ഓക്കെ, ഓർത്തിരിക്കണം, അവിടെ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. സിങ്കിന്റെ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് എന്താകുന്നു, സിങ്ക് 2+ ആകുന്നു. ഓക്കെ, അടുത്തത് ഇവിടെ കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. അവിടെ കോപ്പർ എന്താ ചെയ്യുന്നത്, എന്താണ് കോപ്പർ 2 ഇലക്ട്രോൺസ് ആ സിങ്ക് കൊടുത്ത ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തിട്ട് അതെന്തായി മാറുന്നു, കോപ്പറായിട്ട് ഇവിടെ ഡിപ്പോസിഷൻ നടക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പം ആനോഡ് റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായി. സിങ്ക് ആണ് ആനോഡ്, അല്ലെ അവിടെ നടക്കുന്നത് സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതാണ്. കാഥോഡിൽ നടക്കുന്നത് എന്താണ്, അത് റിഡക്ഷൻ ആണ്. അവിടെ നടക്കുന്നത് കോപ്പർ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്തത് സെൽ റിയാക്ഷൻ. ഒരുപാട് നേരം നമുക്ക് ഒരെണ്ണം തന്നെ പറയാൻ സമയമില്ല, എല്ലാം പറയാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് സെൽ റിയാക്ഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് അല്ലേ. നോക്കുക, സിങ്ക് സൾഫേറ്റ് ആയി മാറുന്നു അല്ലേ. ഇസഡൻ 2 വിട്ടുകൊടുത്ത് ഇസഡൻ 2+ ആകുന്നു. അതുപോലെ തന്നെ Cu2+ എന്താകുന്നു, ഇലക്ട്രോൺസിനെ വാങ്ങിച്ച് അല്ലേ. ഓക്കെ, Cu2+ 2 വാങ്ങിച്ച് Cu ആയിട്ട് മാറുന്നു. ഓക്കെ, Cu2+ 2 വാങ്ങിച്ച് Cu ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പം അതാണ് അവിടെ നടക്കുന്നത്. അടുത്തത് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കുറിച്ചിട്ടാണ് അല്ലേ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അതവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? നോക്കി, ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. പ്ലാറ്റിനം ബ്ലാക്ക് കൊണ്ട് കോട്ട് ചെയ്ത ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ ആൻ ആസിഡിക് സൊല്യൂഷൻ അല്ലേ. ഇലക്ട്രോഡ് എവിടെയാണ് ഡിപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഒരു ആസിഡിക് സൊല്യൂഷനിലാണ്. ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ ആൻ ആസിഡിക് സൊല്യൂഷൻ ആൻഡ് പ്യുർ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ബബിൾഡ്. അതിൽ എന്താണ് ബബിൾ ചെയ്തിരിക്കുന്നത്, പ്യുർ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ബബിൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദ റെഡ്യൂസ്ഡ് ആൻഡ് ഓക്സിഡൈസ്ഡ് ഫോംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് മെയിൻറ്റെയിൻഡ് യൂണിറ്റി ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് 1 bar and the concentration of hydrogen is 1 molar. അപ്പോൾ കോൺസെൻട്രേഷനും പ്രഷറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രഷർ 1 bar ആണ്, കോൺസെൻട്രേഷൻ 1 molar ആണ്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം അല്ലേ, പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. അപ്പോൾ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് പ്ലാറ്റിനം ബ്ലാക്ക് കൊണ്ട് കോട്ട് ചെയ്തതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ ആൻ ആസിഡിക് സൊല്യൂഷൻ ആൻഡ് പ്യുർ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ബബിൾഡ്. ഇലക്ട്രോഡ് എന്തിനാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്, ആസിഡിക് സൊല്യൂഷനിലാണ്. അതിലൂടെ പ്യുർ ഹൈഡ്രജൻ ഗ്യാസിനെ ബബിൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പ്രത്യേകത. അപ്പോൾ +2 ഇംഗ്ലീഷ് ലൈവ് എന്നാന്ന് ചോദിക്കേണ്ടത്. +2 ഇംഗ്ലീഷ് ലൈവ് ഉണ്ട് കേട്ടോ. +2 ഇംഗ്ലീഷ് ലൈവ് ഉണ്ട്. ഓൺ 16-ാം തീയതിയാണ് അല്ലേ. 16-ാം തീയതി +2 ഇംഗ്ലീഷ് ലൈവ് ഉണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ എച്ച് പ്ലസ് പ്ലസ് ഒരു ഇലക്ട്രോൺ എന്താണ് ഹാഫ് H2 ആണ് അല്ലേ. എച്ച് പ്ലസ് പ്ലസ് ഇലക്ട്രോൺ എന്താണ് ഹാഫ് H2 ആയിട്ട് മാറുന്നു. ഓക്കെ, എച്ച് പ്ലസ് എന്താകുന്നു ഒരു ഇലക്ട്രോൺ ഇതായിട്ട് H2 ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് PT ബാർ H2 ബാർ H പ്ലസ് അല്ലേ. PT ബാർ H2 ബാർ H പ്ലസ് ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ റെപ്രസെൻറ്റേഷൻ. അത് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് അസൈൻ ടു സീറോ പൊട്ടൻഷ്യൽ അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് അല്ലേ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴും എല്ലാ ടെമ്പറേച്ചറിലും തന്നെ 0 ആയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ടു കാൽക്കുലേറ്റ് ദി EMF ഓഫ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ, ടു കമ്പയർ ദ റിയാക്ടിവിറ്റി ഓഫ് elementsന്റെ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാൻ, ടു predict the feasibility of cell reaction, to predict whether H2 gas will be evolved by reaction of metals with acids. ഇതെല്ലാമാണ് അതിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത നമുക്ക് അവിടെ പഠിക്കേണ്ടത് അതായത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കേണ്ട നേഴ്സ്റ്റ് ഇക്വേഷൻ ആണ്. നേഴ്സ്റ്റ് ഇക്വേഷൻ ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ. നേഴ്സ്റ്റ് ഇക്വേഷൻ എന്താ തരുന്നത്? ഇറ്റ് ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ. ഇലക്ട്രോൺ പൊട്ടൻഷ്യലും അയോണിക് കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷനാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ തരുന്നത്. അവിടെ ദ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ. എങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ നേഴ്സ്റ്റ് ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ Mn പ്ലസ് ബാർ M ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് അല്ലേ ഇലക്ട്രോ പൊട്ടൻഷ്യലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ E0 Mn പ്ലസ് ബാർ M മൈനസ് RT ബൈ NF log കോൺസെൻട്രേഷൻ ഓഫ് M ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് എമ്മിനെ നമ്മൾ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. അങ്ങനെ എടുക്കുമ്പോൾ therefore the next equation എങ്ങനെയായിട്ട് മാറും? ഈ Mn പ്ലസ് ബാർ M is equal to E0 Mn പ്ലസ് ബാർ M മൈനസ് RT ബൈ NF എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. F ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബൈ 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്നാണ്. അവിടെ R എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ ടേക്കിംഗ് പാർട്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് N എന്ന് പറയുന്നത്. F ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ സിങ്കും കോപ്പർ ആ ഒരു നമ്മൾ ഡാനിയൽ സെല്ലിൽ ആണ് നേഴ്സ്റ്റ് ഇക്വേഷൻ പ്രകാരം പറയുന്നതെങ്കിൽ അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? 2 എഴുതും. 2 ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ്. മനസ്സിലായില്ലേ? അതുപോലെയാണ് നമ്മൾ നേഴ്സ്റ്റ് ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷൻ പറയേണ്ടത്. ടു ഫൈൻഡ് എക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ്? അറ്റ് എക്വിലിബ്രിയം E സെൽ ഇസ് ഈക്വൽ ടു 0 ആണ്. E0 സെൽ എന്ന് പറയുന്ന 0.0591 ബൈ N ലോഗ് K ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്തത് വേർ K ഇസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? ടു ഫൈൻഡ് ജിബ്സ് ഫ്രീ എനർജി, ഞാൻ ഇക്വേഷൻസ് മാത്രം പറയാണ്. ജിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കാണുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു മൈനസ് N E0 സെൽ F എന്ന് പറയും. ഓക്കെ, ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു മൈനസ് N E0 സെൽ F എന്നാണ്. അവിടെ ഡെൽറ്റ G0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ജിബ്സ് ഫ്രീ എനർജി ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ജിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. ഓക്കെ, ഇനി അതിനെ ജനറൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A പ്ലസ് BB N ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ് CC പ്ലസ് DD അല്ലെ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. നേഴ്സ്റ്റ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT ബൈ NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ് അല്ലേ. അങ്ങനെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ടത് കോൾറോഷ്യസ് ലോ ആണ് അല്ലേ. കോൾറോഷ്യസ് ലോ എന്താണ്? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് ദി കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലേ. എന്താണ് ആ ലോ? എന്താ പറയുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലേ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് അല്ലേ. എന്തിൻ്റെയൊക്കെയാണ് അത് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസിൻ്റെ സമ്മാണ് അല്ലേ. കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും അല്ലേ. ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള അവരുടെ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസിൻ്റെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സമ്മാണ് എന്ത്? ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. കോൾറോഷ്യസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, അടുത്തത് അവിടെ നമുക്കറിയാം എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺസിൻ്റെയും ആനിയോൺസിൻ്റെയും ഇൻഫിനിറ്റ് ഡൈല്യൂഷനാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ V പ്ലസ് ആൻഡ് V മൈനസ് ആർ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ആണ്. ഓക്കെ, അപ്പോൾ കോൾറോഷ്യസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ
is equal to the sum of the molar ionic conductivities of the cations and anions at infinite dilution. Colruy's lawയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് കോൾറോഷ്യസ് ലോ അത് ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നതാണ്. ടു കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ടു കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ടു ഡിറ്റർമിൻ ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഇത്ര ഓർത്തിരുന്നാൽ മതി. ആപ്ലിക്കേഷൻസ് ഓഫ് കോൾറോഷ്യസ് ലോ. അപ്പോൾ കോൾറോഷ്യസ് ലോ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത കൊമേഴ്ഷ്യൽ സെൽസ്. സെൽസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സെൽസ് ക്യാൻ ബി യൂസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ലേ. അങ്ങനെ സെൽസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി സെൽസ് എന്നും സെക്കൻഡറി സെൽസ് എന്നും. പ്രൈമറി സെൽസിന് എക്സാമ്പിൾ ആണ് ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും അല്ലേ. എന്താ പ്രൈമറി സെല്ലിന്റെ പ്രത്യേകത? ഈ സെൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അവിടെ നിന്ന് പ്രീവിയസ്ലി ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രൈമറി സെൽസിന്റെ പ്രത്യേകത എന്താണ്? സെൽസ് ഇൻ വിച്ച് ഇലക്ട്രോൺ റിയാക്ഷൻസ് കനോട്ട് ബി റിവേഴ്സ്ഡ്. റിവേഴ്സ് ആക്കാൻ പറ്റാത്തത്, ഇലക്ട്രോൺ റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ് ബൈ എക്സ്റ്റേണൽ എനർജി. അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. ദീസ് സെൽസ് കനോട്ട് ബി റീചാർജ്ഡ്. റീചാർജ് ചെയ്യാൻ പറ്റാത്തതാണ് പ്രൈമറി സെൽ. നമുക്കറിയാം ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ലൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ് അല്ലേ. സെക്കൻഡറി സെൽ എന്താണ്? സെൽസ് ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ബൈ പാസിംഗ് കറണ്ട് ത്രൂ ദം ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോ ദാറ്റ് ദേ ക്യാൻ യൂസ്ഡ് അഗെയിൻ അല്ലേ. റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. ലെഡ് സ്റ്റോറേജ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ലൊക്കെ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മളിവിടെ പഠിക്കേണ്ടത് എന്താണ്? അതിൻ്റെയൊക്കെ സെൽ റിയാക്ഷൻ ആണ് പഠിക്കേണ്ടത്. ഓക്കെ, അതും ഓർത്തിരിക്കാം. അപ്പൊ സെൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇത്രയും ഓർത്തിട്ട് പോവുക. എന്താണ് ഡ്രൈ സെല്ലില്? ആനോഡ് സിങ്ക് കണ്ടെയ്നർ ആണ്. കാഥോഡ് എന്ന് പറയുന്നത് കാർബൺ, അതായത് ഗ്രാഫൈറ്റ് റോഡാണ്, സറൗണ്ടഡ് ബൈ പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ. ഓക്കെ, ഇലക്ട്രോലൈറ്റ് മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് NH4Cl ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ്. അതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഡ്രൈ സെൽ? ആനോഡ് സിങ്ക് കണ്ടെയ്നർ ആണ്, കാഥോഡ് കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ എന്താണ്? MnO2 അല്ലേ, പൗഡേർഡ് MnO2 കൊണ്ട് സറൗണ്ട് ചെയ്ത കാർബൺ റോഡാണ് കാഥോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും ഒരു മോയിസ്റ്റ് പേസ്റ്റ് ആണ് എന്ത്? ഇലക്ട്രോലൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയാണ് ഡ്രൈ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുള്ളൂ. അടുത്തത് ഇലക്ട്രോൺ റിയാക്ഷൻസ് ആർ. ആനോഡിൽ എന്താ നടക്കുന്നത്? സിങ്ക് Zn2++2 ഇലക്ട്രോൺസ്. കാഥോഡിൽ MnO2 + NH4 ഇലക്ട്രോൺസ് അല്ലേ. അതെന്താണ്? MnOOH + NH3 ആണ്. ഇനി ഡ്രൈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. അപ്പോൾ എന്താണ്? ആനോഡിൽ സിങ്ക് 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന റിയാക്ഷൻ ആണ്. സിങ്ക് 2+ ആയിട്ട് മാറുന്നു, 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. കാഥോഡിൽ വെച്ച് ഇലക്ട്രോൺസ് വരുന്നു അല്ലേ. അതാണ് അവിടുത്തെ റിയാക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഡ്രൈ സെല്ലിലെ ആനോഡ് എന്താ, കാഥോഡ് എന്താ, ഇലക്ട്രോലൈറ്റ് എന്താ? ഓർത്തിരിക്കണ്ടല്ലോ. സിങ്ക് കണ്ടെയ്നർ ആണ്, കാഥോഡ് കാർബൺ റോഡ് ആണ്, ഇലക്ട്രോലൈറ്റ് മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് സിങ്ക് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ്. ഓക്കെ, അടുത്ത മെർക്കുറി സെല്ല്. മെർക്കുറി സെല്ലിലെ ആനോഡ് എന്താണ്? സിങ്ക് അമാൽഗം ആണ്. മെർക്കുറി സെല്ലിലെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗം ആണ്, സിങ്ക് മെർക്കുറി അല്ലേ. മിക്സ് ഇതാണ് അമാൽഗമായിട്ട് പ്രവർത്തിക്കുന്നത്. കാഥോഡ് എന്താണ്? പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ്. മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ് എന്താ? കാഥോഡ് എന്ന് പറയുന്നത്. മെർക്കുറി സെല്ലില് ആനോഡ് സിങ്ക് അമാൽഗം ആണ്, കാഥോഡ് പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ്. അടുത്തത് ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ് അല്ലേ. ഇറ്റ് ഈസ് എ പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്, KOH ആൻഡ് ZnO. ഇത്ര ഓർത്തിരിക്കുക. എന്താണ്? മെർക്കുറി സെല്ലിലെ ആനോഡ് സിങ്ക് അമാൽഗം ആണ്. അതുപോലെ കാഥോഡ് പേസ്റ്റ് ഓഫ് HGO മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ്. ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ് അല്ലേ. ഇലക്ട്രോൺ റിയാക്ഷൻ ആനോഡിൽ എന്ത് നടക്കുന്നു? ഇതിന്റെ റിയാക്ഷൻ നടക്കുന്നു അല്ലേ. അതുപോലെ കാഥോഡിൽ മെർക്കുറിക് ഓക്സൈഡ് 2 ഇലക്ട്രോൺസ് എടുത്തിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൽ പൊട്ടൻഷ്യൽ 1.35 ആണ്. ഓക്കെ, സെൽ പൊട്ടൻഷ്യൽ മെർക്കുറി സെല്ലിലെ സെൽ പൊട്ടൻഷ്യൽ എത്രയാണ്? 1.35 വോൾട്ട് ആണ്. ഓക്കെ, ഡ്രൈ സെല്ലായാലും മെർക്കുറി സെല്ലായാലും നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കുക. ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അടുത്ത സെക്കൻഡറി സെൽസിലേക്ക് വരുമ്പോൾ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ എന്താ നമ്മൾ പഠിച്ചത്? ലെഡ് സ്റ്റോറേജ് സെൽ അല്ലേ. അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ പരീക്ഷയ്ക്ക്, അത് പഠിച്ചിട്ട് പോയാൽ മതി. ലെഡ് സ്റ്റോറേജ് സെല്ലില് അല്ലെങ്കിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ എന്താണ്? ആനോഡ് എന്ന് പറയുന്നത് ലെഡ് പ്ലേറ്റ്സ് ആണ് അല്ലേ. ലെഡ് പ്ലേറ്റ് ആണ് അവിടെ ആനോഡ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ്സ് ഓഫ് ലെഡ് പ്ലേറ്റ്സ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ലെഡ് ഡയോക്സൈഡ് കൊണ്ട് പാക്ക് ചെയ്ത ഗ്രിഡ്സ് ഓഫ് ലെഡ് ആണ് എന്ത്? കാഥോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ 38% ബൈ വെയിറ്റ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ. ഇലക്ട്രോലൈറ്റ് എന്താണ്? 38% സൊല്യൂഷൻ ഓഫ് എന്താണ്?
സൾഫ്യൂരിക് ആസിഡ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എന്താണ് ലെഡ് സ്റ്റോറേജ് സെല്ലിൽ? ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? ലെഡ് പ്ലേറ്റ്സ് ആണ്. കാഥോഡ് എന്ന് പറയുന്നത് ഗ്രിഡ്സ് ഓഫ് ലെഡ് പ്ലേറ്റ്സ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് അല്ലേ? ലിഡ്സ് ഓഫ് ലെഡ് പ്ലേറ്റ്സ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആണ് എന്ത്? കാഥോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ആണ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ സെൽ റിയാക്ഷൻ, ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് PB + PbO2 + 2H2SO4 gives PbSO4 + 2H2O. അപ്പോൾ ആനോഡ് റിയാക്ഷൻ ലെഡിൻ്റെ ആണ്, കാഥോഡ് റിയാക്ഷനും അവിടെ ലെഡ് സൾഫ്യൂരിക് ആസിഡിൽ SO4 2- 4H+ പ്ലസ് ഇവിടെ നിന്ന് വരുന്ന 2 ഇലക്ട്രോൺസും ഒക്കെ ചേർന്ന് PbSO4 + 2H2 ആവുന്നു. ലാസ്റ്റ് ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ എന്താണ് നോക്കുക? PbS + PbO2 + 2H2SO4 gives 2 PbSO4 + 2H2O. അതാണ് എന്തിൻ്റെ സെൽ റിയാക്ഷൻസ്? ലെഡ് സ്റ്റോറേജ് സെല്ലിലെ. ഇത് പഠിക്കണം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ഫ്യൂൽ സെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂൽ സെല്ലിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദീസ് ആർ ഗാൽവാനിക് സെൽസ് ഡിസൈൻ ടു കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂൽസ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഫ്യൂൽ സെൽസ് അതാണ്, ദേ ആർ ഗാൽവാനിക് സെൽസ് ഡിസൈൻ ടു കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂൽസ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, H2O2 ഫ്യൂൽ സെൽ എന്താണ്? അതിൽ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ബബിൾഡ്. H2O2 ഫ്യൂൽ സെല്ലിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. H2O2 ഫ്യൂൽ സെല്ലിൽ ഹൈഡ്രജനും ഓക്സിജനും 2 ചേമ്പേഴ്സിലേക്ക് ബബിൾ ചെയ്യുന്നു അല്ലേ? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ബബിൾഡ് ത്രൂ പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് ഇൻ ടു കോൺസെൻട്രേറ്റഡ് aqueous NaOH സൊല്യൂഷൻ വിച്ച് ആക്ട് ആസ് ദി ഇലക്ട്രോലൈറ്റ് അല്ലേ? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിൽ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും ആണ്. അതുകൂടാതെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എന്താണ്? കോൺസെൻട്രേറ്റഡ് aqueous സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിൽ ഇലക്ട്രോഡ് റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ആനോഡിൽ ഹൈഡ്രജൻ ആണ്, കാഥോഡിൽ എന്താണ്? ഓക്സിജൻ ആണ്. അതുപോലെ തന്നെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് 2H2 + O2 gives 2H2O ആണ്. ഓക്കെ, അതും അറിഞ്ഞിരിക്കണം. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഡ്രൈ സെല്ല്, അതുപോലെ തന്നെ മെർക്കുറി സെല്ല്, ലെഡ് സ്റ്റോറേജ് സെല്ല്, അതുപോലെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ല്. ഇതിലേക്ക് ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂൽ സെൽസ്. ഫ്യൂൽ സെൽസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, നമുക്കറിയാം. എന്താണ്? പൊല്യൂഷൻ ഫ്രീ ആണ്, ഹൈ എഫിഷ്യൻസി ഉണ്ട്, റൺസ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ്. റിയാക്ടൻസ് സപ്ലൈ ചെയ്യുമ്പോൾ റൺസ് കണ്ടിന്യൂസ്ലി. അതുപോലെ തന്നെ പൊല്യൂഷൻ ഫ്രീ ആണ്, ഹൈ എഫിഷ്യൻസി ഉണ്ട് അല്ലേ? ഇലക്ട്രോഡ്സ് ആർ നോട്ട് അഫക്റ്റഡ്. ഇതെല്ലാമാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആ പാഠത്തിൽ മറക്കാണ്ട് റിവൈസ് ചെയ്തിട്ട് പോകണം. റിവിഷൻ ആയില്ലേ? അടുത്തത് കൊറോഷൻ എന്താണെന്നൊന്ന് പഠിച്ചോണം. എനി പ്രോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് കോൺസിക്വന്റ് ലോസ് ഓഫ് എ സോളിഡ് മെറ്റാലിക് material by reaction with moisture and other gases present in the atmosphere. More reactive metals are corroded more easily. Corrosion is enhanced by the presence of impurities, air and moisture. കൊറോഷന് കാരണമായിട്ടുള്ളത് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഡിഫെക്ട്സ് ഇൻ ദ മെറ്റൽ. ഇതെല്ലാം കൊറോഷന് കാരണമാകാം. റസ്റ്റിംഗ് ഓഫ് അയൺ, അതുപോലെ ടാർണിഷിംഗ് ഓഫ് സിൽവർ ഒക്കെ കൊറോഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. റസ്റ്റിംഗ് ഓഫ് അയൺ ഒന്ന് പഠിച്ചിട്ട് പോവുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കെമിക്കൽ കൈനറ്റിക്സ്. ഇവിടെ എന്തെല്ലാമാണ് ആദ്യം നമുക്കൊന്ന് നോക്കാം. അവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്, ടെമ്പറേച്ചർ, പ്രഷർ, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലേ? അങ്ങനെയുള്ളതെല്ലാം എന്തിന് സ്വാധീനിക്കേണ്ട? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അല്ലേ? അപ്പോൾ അതിൽ റേറ്റ് എക്സ്പ്രഷൻ അവിടെ പഠിക്കേണ്ടതാണ്. റേറ്റ് എക്സ്പ്രഷൻ എന്താണ്? അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു the product of molar concentration of the reactants അല്ലേ? റേറ്റ് എക്സ്പ്രഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് അറിയേണ്ട കാര്യമല്ലേ? എന്താ അത്? അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ് അല്ലേ? റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ എടുത്താൽ AA + BB ഗിവിംഗ് CC + DD ആണെങ്കിൽ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് A to the power of X, കോൺസെൻട്രേഷൻ ഓഫ് B to the power of Y. ഓക്കെ, above എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ എന്നാണ് അല്ലേ? റേറ്റ് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ അതിനെ നമുക്ക് ഈസ് ഈക്വൽ ടുയിലേക്ക് ചേർക്കുമ്പോൾ എന്ത് വേണം? ഈസ് ഈക്വൽ ടു ആക്കുമ്പോൾ അവിടെ K വേണം അല്ലേ? ഒരു കോൺസ്റ്റന്റ് വേണം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A to the power of X, അതുപോലെ തന്നെ B to the power of കോൺസെൻട്രേഷൻ ഓഫ് B to the power of Y. ഓക്കെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -dr/dt is equal to K into concentration of A raised to X,
concentration of B raised to Y. Okay. K is a proportionality constant called rate constant. അവിടെ Kനെ നമുക്ക് എന്ത് പറയാം? ഒരു proportionality constant, അതായത് rate constant എന്ന് പറയാം. The equation is known as rate expression or rate law. ഈ ഇക്വേഷനെ നമുക്ക് എന്ത് വിളിക്കാം? റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ എന്ന് വിളിക്കാം അല്ലേ? അവിടെ എക്സ്പോണൻസ് എക്സ് ആൻഡ് വൈ മേ ഓർ മേ നോട്ട് ബി എ ആൻഡ് ബി അല്ലേ? അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എയും ബിയും ഇവിടെ പറഞ്ഞ എയും ബിയും ആവണം, എക്സും വൈ എന്ന് നിർബന്ധമില്ല. പക്ഷേ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മൈനസ് ഡി concentration of r by dt, dr by minus dr by dt is equal to എന്താണ്? K into concentration of A to the power of X, concentration of B to the power of Y ആണ്. ഓക്കെ. ഓർഡർ ഓഫ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പഠിക്കേണ്ടത് ഓർഡർ എന്താണെന്നാണ്. ഓർഡർ ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷനിലെ പവേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. നോക്കുക, റേറ്റ് എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ ആണ്. അവിടെ ഈ എക്സ് പ്ലസ് വൈ അല്ലേ, അതാണ് ഓർഡർ എന്ന് പറയുന്നത് അല്ലേ. സം ഓഫ് ദി പവേഴ്സ് ആണ്. ഓക്കെ. Order is the sum of the powers of the concentration of the reactants. റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷന്റെ പവേഴ്സിന്റെ സം ആണ് ഓർഡർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. എക്സ് പ്ലസ് വൈ കണ്ടല്ലോ. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് എടുക്കണം. ഓക്കെ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ആൻ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് മേ ബി സീറോ, ഹോൾ നമ്പർ, ഫ്രാക്ഷൻ ആൻഡ് ഈവൻ നെഗറ്റീവ്. ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സീറോ ആവാം, ഹോൾ നമ്പർ ആവാം, ഫ്രാക്ഷൻ ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ. മോളിക്കുലാരിറ്റി, ഓർഡർ മോളിക്കുലാരിറ്റിയും കെമിക്കൽ കൈനറ്റിക്സിൽ അറിഞ്ഞിരിക്കണം. അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഇസ് എ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ വിച്ച് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് എ ഹോൾ നമ്പർ. മോളിക്കുലാരിറ്റി എന്താണ്? It is a number of reacting species taking part in an elementary reaction which collide simultaneously in order to bring about a chemical reaction. അത് എപ്പോഴും എന്താ മാത്രമേ ആവുള്ളൂ? ഹോൾ നമ്പറേ ആവുള്ളൂ അല്ലേ. ഇറ്റ് ഈസ് ഓൾവേസ് എ ഹോൾ നമ്പർ ആണ്. റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് സൈമൾട്ടേനിയസ് കൊളിഷൻസ് ബിറ്റ്വീൻ ടു സ്പീഷീസ് ആർ ബൈമോളിക്കുലർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണെന്നൊന്ന് ഒറ്റ നോട്ടത്തിൽ ഡിഫൈൻ ചെയ്ത് പഠിക്കാം. ഡിഫറൻസ് എന്താണെന്ന് പഠിക്കാം. Order is the sum of the powers of the concentration terms in the rate law expression. Molecularity is the number of reacting species undergoing simultaneous collisions in the reaction. അല്ലേ? Sum of the powers ആണ് ഓർഡർ. മോളിക്കുലാരിറ്റി number of reacting species ആണ്. ഓക്കെ. ഓർഡർ is determined experimentally ആണ്. മോളിക്കുലാരിറ്റി തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഓക്കെ. അതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ് ഓർഡർ, മറ്റേത് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. Order can be whole number, zero or even fraction. Molecularity is always a whole number. Molecularity ക്ക് whole number ആവാൻ മാത്രമേ പറ്റുള്ളൂ. It gives some idea about reaction mechanism. Reaction mechanism കുറിച്ച് ഐഡിയാസ് തരുന്നുണ്ട്. It does not tell us the reaction mechanism. Okay. അപ്പോൾ ഇതാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണെന്ന് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ. അടുത്തത് ഇനി ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്താണ് dr is equal to minus k dt ആണ്. അപ്പോൾ r is equal to എന്താണ്, മൈനസ് കെ ടി ബൈ ആർ സീറോ. അതായത് ഓർ എന്താണ്, k is equal to r0 by r0 minus r by t ആണ്. ഓക്കെ. അതിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് പഠിച്ചിട്ട് പോകണം. ഓക്കെ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ആ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആണ് അല്ലേ. സീറോ ഓർഡറിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ടൈമും കോൺസെൻട്രേഷനും വെച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഗ്രാഫ് കിട്ടുന്നത്. അവിടെ എന്താണ്, സ്ലോപ്പാണ് അല്ലേ. ഈ കെ എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഓക്കെ. സ്ലോപ്പായിട്ട് വരുന്നു. ക്ലിയർ അല്ലേ? ഇനി സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ എന്താണ്, ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ ഹോട്ട് പ്ലാറ്റിനം സർഫസ് അല്ലേ. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ ഹോട്ട് പ്ലാറ്റിനം സർഫസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷനുള്ള എക്സാമ്പിൾ ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? K is equal to 2.303 by T log concentration of R0 by concentration of R. ഓക്കെ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്? K is equal to 2.303 by T log concentration of R0 by concentration of R ആണ്. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ log R0 by R എന്ന് പറയുന്നത് KT by 203. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എന്താണ്, ഇക്വേഷൻ ആണ്. K is equal to 2.303 by T log R0 concentration of R0 by R. ഓക്കെ. അത് ഓർത്തിരിക്കുക. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ.
All natural and artificial radioactive decay takes place by first order reaction. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എക്സാമ്പിൾ ആണ് ആർട്ടിഫിഷ്യൽ ആൻഡ് റേഡിയോ ആക്റ്റീവ് ഡീകെ എല്ലാം ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് പ്രകാരമാണ് നടക്കുന്നത്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഡീകെ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീകെ ടേക്സ് പ്ലേസ് ബൈ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് പ്രകാരമാണ് അത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സീറോ ഓർഡറിൽ എന്താണ് എക്സാമ്പിൾ പഠിച്ചത്? ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ. അടുത്ത സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിച്ച് അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ലോവർ ഓർഡർ കൈനറ്റിക്സ്. അല്ലേ, നമുക്ക് കാണുമ്പോൾ അതൊരു ഹൈ ഓർഡർ റിയാക്ഷൻ ആണെന്ന് തോന്നും, പക്ഷേ അത് ആക്ച്വലി ലോവർ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് ഇഥൈൽ അസിറ്റേറ്റ്. Acid hydrolysis of ethyl acetate is an example for pseudo first order reaction. Clear അല്ലേ? അടുത്തത് temperature dependence of the rate of a reaction. The rate of a reaction increases considerably with എന്താണ്? Increase in temperature. Rate of a reaction increases with increase in temperature. For a chemical reaction with rise in temperature by 10 degree, the rate constant is nearly doubled. അപ്പോൾ temperature എങ്ങനെയാണ് rate of reaction സ്വാധീനിക്കുന്നത്? Rise in temperature by 10 degree. ഒരു 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറിലും റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആകുന്നു. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അരീനിയസ് ഇക്വേഷൻ, കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് അരീനിയസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ അരീനിയസ് ഇക്വേഷൻ. എന്താണ്? K is equal to A e raised to minus EA by RT. K is equal to A e raised to minus EA by RT ആണ് അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. A അരീനിയസ് ഫാക്ടർ ഓർ ഫ്രീക്വൻസി ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞ ആക്ടിവേഷൻ എനർജിയാണ്. ആർ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടി ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അരീനിയസ് ഇക്വേഷൻ പഠിക്കുക. അരീനിയസ് ഇക്വേഷൻ എന്താണ്? ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അതിനെ നമുക്ക് അരീനിയസ് ഇക്വേഷൻ പ്രകാരം റെപ്രസെന്റ് ചെയ്യാം. K is equal to A e raised to minus EA by RT ആണ് അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവേഷൻ എനർജി എന്താണ്? എനർജി റിക്വയർഡ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഓർ ഇന്റർമീഡിയറ്റ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാൻ വേണ്ട എനർജിയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. സം എനർജി ഈസ് റിലീസ്ഡ് വെൻ ദ കോംപ്ലക്സ് ഡീകമ്പോസസ് ടു ഫോം പ്രോഡക്ട്സ്. അല്ലേ, കോംപ്ലക്സ് പ്രോഡക്റ്റ് ആകുമ്പോൾ കുറച്ച് എനർജി റിലീസ് നടക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ടിവേഷൻ എനർജി? എനർജി റിക്വയർഡ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഓർ ഇന്റർമീഡിയറ്റ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇന്റർമീഡിയറ്റോ ഫോം ചെയ്യാൻ വേണ്ട എനർജിയാണ് എന്ത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതെന്ന് നോക്കിയേ. റിയാക്ഷൻ ഇത് അവിടെ ആക്ടിവേഷൻ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? അതായത് എനർജി റിക്വയർഡ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സസ് ഓർ ഇന്റർമീഡിയറ്റ്. നമുക്കറിയാം റിയാക്റ്റൻസ് അത് പ്രോഡക്റ്റ് ആവുന്നതിന് മുമ്പ് അതൊരു ഇന്റർമീഡിയറ്റ് അല്ലെ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് എന്ത് എനർജി ആവശ്യമുണ്ട്? അതിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ആക്ടിവേഷൻ എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ഫോം ചെയ്യുള്ളൂ? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് അത് എന്താണ്? വളരെ അൺസ്റ്റേബിൾ ആണ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സസ് ആർ ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ദേ ബ്രോക്ക് ഡൗൺ ഇൻ ടു. അല്ലേ, എന്താണ്? അത് പ്രോഡക്റ്റ് ആയിട്ട് ബ്രോക്ക് ഡൗൺ. അതെ, അത് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. പാസ് മാർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് പറയാമോ? എൻ്റെ പൊന്നു മോനെ ഇത് പഠിച്ചിട്ട് പോയിക്കോളൂ. തീർച്ചയായിട്ടും നിനക്ക് പാസ് മാർക്ക് അതിൽ കൂടുതൽ തന്നെ കിട്ടും കേട്ടോ. ഈ പറഞ്ഞത് അത്രയെങ്കിലും നീ 2-3 പ്രാവശ്യം പഠിച്ചിട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മാർക്കൊക്കെ കിട്ടും കേട്ടോ. റെഡി ആയിട്ടിരുന്നു. ഓക്കെ, വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആണ്. അത് ബ്രേക്ക് ഡൗൺ ഇൻ ടു പ്രോഡക്ട്സ്. ഓക്കെ, അടുത്ത എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. Effect of catalyst and then a catalyst is a substance which alters the rate of a reaction without it itself undergoing any permanent chemical change. കാറ്റലിസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു കെമിക്കൽ ചേഞ്ചിനും വിധേയമാകാതെ ഒരു റിയാക്ഷനെ മാത്രം സ്വാധീനിക്കുന്നത് അല്ലേ? റിയാക്ഷനെ ഓൾട്ടർ ചെയ്യുക മാത്രം ചെയ്യുന്നതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ആൻ ഓൾട്ടർനേറ്റ് പാത്ത് ഫോർ ദ റിയാക്ഷൻ അല്ലേ, വിത്ത് എ ലോവർ എനർജി ഓഫ് ആക്ടിവേഷൻ. നമുക്കറിയാം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവണമെങ്കിൽ ഹൈ ആക്ടിവേഷൻ എനർജി വേണം. അപ്പോൾ കാറ്റലൈസ്ഡ് റൂട്ട് ആ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് ഒരു പുതിയ റൂട്ട് ആർക്ക് കൊടുക്കുന്നു? ഈ റിയാക്റ്റൻസിന് കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് പ്രോഡക്റ്റ് ആവാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ,
അതാണ് കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ്. അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. കാറ്റലൈസ്ഡ് നോക്കുക, ഇത്രയും ആക്ടിവേഷൻ, ഇത്രയും എനർജി ഉള്ളപ്പോൾ മാത്രമാണ് പ്രോഡക്റ്റ് ആവാൻ പറ്റുള്ളൂ അല്ലേ. അതിൻ്റേതായ എനർജി ആവശ്യമുണ്ട്. പക്ഷേ ആ എനർജി ഓഫ് ആക്ടിവേഷൻ വിത്ത് കാറ്റലിസ്റ്റ് ആകുമ്പോഴത്തേക്കും എന്താണ്, ഈ ഹൈ എനർജിയിൽ നിന്ന് കണ്ടോ കുറച്ചും കൂടി ലോ എനർജിയിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് പ്രോഡക്റ്റ് ഫോർമേഷൻ സാധ്യമാകുന്നു. കാറ്റലൈസ്ഡ് റൂട്ട്. ഓക്കെ, അപ്പോൾ കാറ്റലൈസ്ഡ് റൂട്ട് ഓഫേഴ്സ് വേറൊരു ചെറിയ അല്ലേ, ഇപ്പം വേറൊരു ഓൾട്ടർനേറ്റ് പാത്ത്, അതായത് വിത്ത് എ ലെസ് എനർജി ടു ഫോം ദ പ്രോഡക്റ്റ്. അപ്പോൾ അത്രയും വലിയ ആക്ടിവേഷൻ എനർജിയിലേക്ക് പോകാതെ ഒരു ചെറിയ എനർജിയിൽ നിന്നുകൊണ്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റ് പാത്താണ് കാറ്റലിസ്റ്റ് എപ്പോഴും ഓഫർ ചെയ്യുന്നത്. ഓക്കെ, പാത്താണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? To account for effective collisions, the probability or steric factor is considered to account for the fact that in a collision molecules must be properly oriented. അല്ലേ, മോളിക്കുലർ ഓറിയൻറ്റേഷൻ പ്രോപ്പർ ആവണം. ഇതെന്താണ്? കൊളിഷൻ തിയറി. കൊളിഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് എന്ത്? PZAB e⁻CA/RT. ഇതാണ് കൊളിഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് നോക്കിയിട്ട് പോയിക്കോളൂ. അടുത്തത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? സർഫസ് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഫിസിക്സ് ഓപ്ഷനും കെമിസ് ഓപ്ഷനുമാണ് പറയുന്നത്. നമുക്കറിയാം ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അറൈസസ് ബിക്കോസ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. കെമിസ് ഓപ്ഷൻ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ആണ് അല്ലേ, കോസ്ഡ് ബൈ കെമിക്കൽ ബോണ്ട് ആണ്. നോൺ സ്പെസിഫിക് ആണ് ഫിസിക്സ് ഓപ്ഷൻ, ഹൈലി സ്പെസിഫിക് ആണ് കെമിസ് ഓപ്ഷൻ. റിവേഴ്സിബിൾ ആണ് ഫിസിക്സ് ഓപ്ഷൻ, ഇറിവേഴ്സിബിൾ ആണ് കെമിസ് ഓപ്ഷൻ. മോർ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ അബ്സോർബ്ഡ് റെഡിലി അല്ലേ. അതുപോലെ ഗ്യാസസ് വിച്ച് ക്യാൻ റിയാക്ട് വിത്ത് അബ്സോർബൻറ്റ് ഷോ കെമിസ് ഓപ്ഷൻ. അതാണ് അവർ തമ്മിലുള്ള ആ ഒരു അതിനെ നമ്മളെ ഫിസിക്സ് ഓപ്ഷനും കെമിസ് ഓപ്ഷനും എന്താണെന്ന് പറയുകയാണ്. അടുത്തത് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ലോ ആണ് ഫിസിക്സ് ഓപ്ഷനിൽ, ഇവിടെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഹൈ ആണ് അല്ലേ. അടുത്തത് ലോ ടെമ്പറേച്ചർ ആണ് അവിടെ ഫേവറബിൾ, അതായത് ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഫിസിക്സ് ഓപ്ഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നത്, പക്ഷേ ഹൈ ടെമ്പറേച്ചർ വേണം കെമിസ് ഓപ്ഷൻ നടക്കണമെങ്കിൽ. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. നോ അപ്രീഷ്യബിൾ ആക്ടിവേഷൻ എനർജി ഈസ് നീഡഡ്. അത്ര വലിയൊരു ആക്ടിവേഷൻ എനർജി ഒന്നും ഫിസിക്സ് ഓപ്ഷൻ ആവശ്യമില്ല. ഹൈ ആക്ടിവേഷൻ എനർജി സംടൈംസ് നീഡഡ് ഫോർ കെമിസ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ഇൻക്രീസ് വിത്ത് ആൻ ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. ഓക്കെ, അത് രണ്ടിടത്തും സർഫസ് ഏരിയയ്ക്ക് അനുസരിച്ച് ഫിസിക്സ് ഓപ്ഷനിലും കെമിസ് ഓപ്ഷനിലും ഇൻക്രീസ് നടക്കും. ഓക്കെ, സർഫസ് ഏരിയ കൂടുമ്പോൾ ഇതും കൂടും, അബ്സോർപ്ഷനും കൂടും, അഡ്സോർപ്ഷനും കൂടും. ഓക്കെ, അടുത്തത് റിസൾട്ട്സ് ഇൻ ടു മൾട്ടി മോളിക്കുലർ ലെയേഴ്സ് ഓൺ അബ്സോർബൻറ്റ് സർഫസ് അണ്ടർ ഹൈ പ്രഷർ. ഫിസിക്സ് ഓപ്ഷനിൽ മൾട്ടി മോളിക്കുലർ ലെയേഴ്സ് ഉണ്ടാവുന്നു. റിസൾട്ട് ഇൻ ടു യൂണിമോളിക്കുലർ ലെയേഴ്സ് അല്ലേ. അപ്പോൾ ഫിസിക്സ് ഓപ്ഷനിൽ മൾട്ടി മോളിക്കുലർ ലെയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്, മറ്റേ കെമിസ് ഓപ്ഷനിൽ യൂണിമോളിക്കുലർ ലെയേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്തോർത്ത് പഠിക്കുക, ഇതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പഠിക്കേണ്ടത് എന്താണ്? ഫ്രോൺലിഞ്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം അല്ലേ. ഫ്രോൺലിഞ്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം ആണ്. ഇറ്റ് ഈസ് എ എംപിരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് ദ സോളിഡ് അഡ്സോർബൻറ്റ് ആൻഡ് ദ പ്രഷർ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ ഫ്രോൺലിഞ്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം എന്താണ് കാണിക്കുന്നത്? എംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ്. അവിടെ അഡ്സോർബ്ഡ് ആണ് കേട്ടോ, അല്ല അഡ്സോർബ്ഡ്. ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് ദ സോളിഡ് അഡ്സോർബൻറ്റ് ആൻഡ് പ്രഷർ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇത് തമ്മിലുള്ള ബന്ധം, ഇത് തമ്മിലുള്ള റിലേഷനാണ് ഫ്രോൺലിഞ്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം. നമുക്ക് നോക്കാം. x/m is equal to k into p⁻1/n അല്ലേ. x/m is equal to k into p⁻1/n ആണ് എന്താ ഫ്രോൺലിഞ്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം പ്രകാരമുള്ള ഒരു ഇക്വേഷൻ. അത് അറിഞ്ഞിരിക്കുക. where x is the gas adsorbed, m mass of adsorbent, k and n are constants which depend on the nature of the adsorbent and the gas at a particular temperature. Okay, log x/m is equal to, ഇപ്പം നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇവിടെ ലോഗ് എടുത്താൽ log x/m is equal to log k plus 1/n log p എന്ന് എടുക്കാം അല്ലേ. ഇതാണ് ഫ്രോൺലിഞ്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം, പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, x/m is equal to k into p⁻1/n. ഇത് അറിഞ്ഞിരിക്കുക. അവിടെ x എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഗ്യാസ് അഡ്സോർബ്ഡ്, m മാസ് ഓഫ് ദി അഡ്സോർബൻറ്റ്, k and n are constants. ഓക്കെ, log x/m is equal to log k plus 1/n log p. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ ഗ്രാഫ് എന്താണ്? അതിൻ്റെ ഗ്രാഫായിട്ട് വരുന്നത് നോക്കി, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇന്റർസെപ്റ്റ് ലോഗ് കെ ഒക്കെ ആയിട്ട് അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് നോക്കുക. log x/m is equal to log k plus 1/n log p. അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 1/n ആണ്. 1/n ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. അതുപോലെ തന്നെ ഇന്റർസെപ്റ്റ് എന്താണ്? log k ആണ്. ഓക്കെ,
അഡ്സോർപ്ഷൻ ഫോർ സൊല്യൂഷൻ ഫേസ്. ഇപ്പൊ ഗേഷ്യസ് ഫേസിലെയാണ് നമ്മൾ പഠിച്ചത്, പ്രഷർ വന്നപ്പോൾ അവിടെ എന്താണ്, ഗ്യാസ് ആണ്. ഇനി സൊല്യൂഷൻ ഫേസിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമില്ല, ഫ്രോൺലിൻസ് ഇക്വേഷൻ എന്തായി മാറുന്നു, x/m = k × c⁻1/n എന്ന് പറഞ്ഞു അല്ലേ. അത്രയേ ഉള്ളൂ. സൊല്യൂഷൻ വരുമ്പോൾ എന്താണ്, കോൺസെൻട്രേഷൻ വരും. മറ്റടുത്ത് എന്തായിരുന്നു, പ്രഷർ ആയിരുന്നു അല്ലേ. ഗേഷ്യസ് ആയിരുന്നപ്പോൾ അവിടെ പ്രഷർ ആയിരുന്നു, k × p⁻1/n ആയിരുന്നു. ഇവിടെ സൊല്യൂഷൻ ഫേസിലേക്ക് വരുമ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് മാറി, x/m = k × c⁻1/n എന്ന് വരുന്നു. c is the equilibrium concentration. log x/m = log k + 1/n log c. log x/m = log k + 1/n log c ആണ്. അപ്പോൾ log x/m വേഴ്സസ് log സിയുടെ ഗ്രാഫ് വരച്ചാൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കുക. ഇത് സൊല്യൂഷനിൽ വരുമ്പോൾ x/m = k × c⁻1/n ആണ്. അത് ഫ്രോൺലിൻസ് അഡ്സോർപ്ഷൻ ഐസോത്തോം. അത് ഗേഷ്യസ് സ്റ്റേറ്റിൽ വരുമ്പോൾ k × p⁻1/n ആണ് കേട്ടോ. പ്രഷർ വരും അവിടെ. ഇനി നമ്മൾ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് ബൈ സിയോലൈറ്റ്സ് അല്ലേ. കുറേ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിലുള്ളതാണ് പറയുന്നത്. The catalytic reaction that depends upon the pore structure of the catalyst and size of the reactant and the product molecules. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. catalytic reaction that depends upon the pore structure of the catalyst and size of the reactant and the product molecules. Zeolites are good shape selective catalysts because of their honeycomb structure. Zeolite പ്രത്യേകത എന്താണ്, they are good shape selective catalyst ആണ് അല്ലേ. Zeolites എന്താണ്, they are good shape selective catalyst because of their honeycomb structure. അതിനകത്ത് തേനീച്ചക്കൂട് പോലെയുള്ള സ്ട്രക്ചർ കാരണം അതിന് നല്ല എന്താണ് കൊടുക്കാൻ പറ്റുന്നത്, ആക്ടിവിറ്റി, കാറ്റലിറ്റിക് ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ സിയോലൈറ്റ്സ് ആർ ഗുഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ബിക്കോസ് ഓഫ് ദർ ഹണികോം സ്ട്രക്ചർ. സിയോലൈറ്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ്. സിയോലൈറ്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് ഫോർ ക്രാക്കിംഗ് ആൻഡ് ഐസോമറൈസേഷൻ ഓഫ് എന്താണ്, ഹൈഡ്രോകാർബൺസ്. ഫോർ ക്രാക്കിംഗ് ആൻഡ് ഐസോമറൈസേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. സിയോലൈറ്റ്സ് എന്താണ്, ദേ ആർ ഗുഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ ആണ് zeolite. They have a honeycomb like structure. Zeolites are widely used in petrochemical industry for the cracking and isomerization of hydrocarbons. ഇനി എൻ്റെ എക്സാമ്പിൾ ZSM5 ആണ് അല്ലേ, ZSM5. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. അടുത്തത് കൊളോയിഡ്സ് ആണ് പഠിക്കേണ്ടത്. കൊളോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കണം, heterogeneous system. Colloids എന്താണെന്ന് ആദ്യം പറയാം. It is a heterogeneous system in which one substance is dispersed as very fine particles in another substance called dispersion medium. അപ്പോൾ colloids എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും വരുന്നതാണ്. ഓക്കെ, ഒരു സബ്സ്റ്റൻസ് അല്ലേ, അതായത് ഒരു വൺ സബ്സ്റ്റൻസ് ഇസ് ഡിസ്പേഴ്സ്ഡ് ആസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ഇൻ another substance called dispersion medium. Okay, dispersed phase, dispersion medium. Clear അല്ലേ? അതിന് എക്സാമ്പിൾസ് എന്താണ്, കൊളോയിഡ്സിന് സ്റ്റാർച്ച്, ജെലാറ്റിൻ, ഇതെല്ലാം കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇൻ കൊളോയിഡ്സ് പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 നാനോമീറ്ററും 1000 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. ഓക്കെ, ഇനി നമ്മളവിടെ കൊളോയിഡ്സിൻ്റെ കുറച്ച് ഇതാണ് പഠിക്കുന്നത്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം സോളിഡ് ആകുമ്പോൾ നമ്മൾ ആ കൊളോയിഡിനെ എന്ത് പറയുന്നു, സോളിഡ് സോൾ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ കളേർഡ് ഗ്ലാസസ് ആൻഡ് ജെം സ്റ്റോൺസ് ആണ്. അടുത്ത ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡും ആകുമ്പോൾ ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്ന് പറയുന്നത് സോൾസ് ആണ്. അതിന് എക്സാമ്പിൾസ് പെയിൻസ്, സെൽ ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, അടുത്ത ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം ഗ്യാസും ആകുമ്പോൾ ആ ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്താണ്, എയറോസോൾ ആണ്. അതിന് എക്സാമ്പിൾ സ്മോക്കും ഡസ്റ്റുമാണ്. ഓർത്ത് പഠിക്കുക. അടുത്ത ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം സോളിഡും ആകുമ്പോൾ ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്താണ്, ജെല്ലാണ്. ഓക്കെ, ജെൽ ഈസ് എ ടൈപ്പ് ഓഫ് കൊളോയിഡ് ഇൻ വിച്ച് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് ലിക്വിഡ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം ഈസ് സോളിഡ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് അതിന് എക്സാമ്പിൾസ് ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെയാണ്. അടുത്ത ലിക്വിഡ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം എന്താവണം, അതും ലിക്വിഡ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എമൽഷൻസ്. Emulsions are colloidal state in which the dispersed phase and dispersion medium are liquids. രണ്ട് ലിക്വിഡ്സ് ആയിട്ടുള്ള കൊളോയിഡൽ സ്റ്റേറ്റ് ആണ്, ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണ് എമൽഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ മിൽക്ക്, ഹെയർ ക്രീം. ഓക്കെ, അടുത്ത ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം ഗ്യാസും ആകുമ്പോൾ ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്താണ്, എയറോസോൾസ് എന്ന് പറയും. ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ്, അതൊക്കെ സ്പ്രേ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം ഗ്യാസും ആകുമ്പോൾ എയറോസോൾസ് ആണ്. ക്ലിയർ അല്ലേ? ഫോഗ്, മിസ്റ്റ്, ഡസ്റ്റ് ഒക്കെ എക്സാമ്പിൾ ആണ്. അടുത്ത ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ്, ഡിസ്പെർഷൻ മീഡിയം സോളിഡ് ആകുമ്പോൾ ടൈപ്പ് ഓഫ് കൊളോയിഡ് സോളിഡ് സോൾ ആണ് അല്ലേ.
സോളിഡ് സോൾ ആണ് ടൈപ്പ് ഓഫ് കൊളോയിഡ്. പ്യൂമിക് സ്റ്റോൺ, ഫോം റബ്ബർ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡ് പോകുമ്പോൾ ഫോം എന്ന് പറയും ആ കൊളോയിഡ് സ്റ്റേറ്റിനെ. ഫ്രോത്ത്, വൈപ്ഡ് ക്രീം, സോപ്പ്, ലാദർ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോൾസ്, ജെല്ല്, എമൽഷൻ ഇതെല്ലാം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോൾ എന്ന് പറഞ്ഞാൽ എന്താണ് സോളിഡ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡും ആകുമ്പോഴാണ് സോൾ എന്ന് പറയുന്നത്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡ് ആകുമ്പോൾ എമൽഷൻ ആണ്. അതുപോലെ തന്നെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം ഗ്യാസും ആകുമ്പോൾ എയറോസോൾസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇതാണ്, ഇത് അറിഞ്ഞിരുന്നിട്ട് പോവുക, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. അടുത്തത് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിലുള്ള നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ കാണാം. ഓക്കെ, ലയോഫിലിക് കൊളോയിഡ്സ് എന്നും ലയോഫോബിക് കൊളോയിഡ്സ് എന്നും നമുക്കതിനെ വേർതിരിക്കാൻ പറ്റും. എന്താണ് ലയോഫിലിക്? സോൾവെന്റ് അട്രാക്റ്റിംഗ്, സോൾവെന്റ് ലവിങ്. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലവിങ് അല്ലെങ്കിൽ സോൾവെന്റ് അട്രാക്റ്റിംഗ് കൊളോയിഡ്സ് ആണ്. ദർ ഈസ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പെർഷൻ മീഡിയത്തിലല്ലേ ലയിക്കുന്നത്. ആ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിൽ ഒരു സ്ട്രോങ് ഇൻട്രാക്ഷൻ വരും. എങ്ങനെയുള്ള കൊളോയിഡ്സിൽ? ലയോഫിലിക് കൊളോയിഡ്സിൽ. ഓക്കെ, അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സിൽ ദർ ഈസ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പെർഷൻ മീഡിയം. ദേ ആർ റിവേഴ്സിബിൾ സോൾസ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? റിവേഴ്സിബിൾ സോൾസ് എന്ന് പറയാം. എക്സാമ്പിൾ സ്റ്റാർച്ച്, ജെലാറ്റിൻ, ആൽബുമിൻ എക്സെട്ര അല്ലേ, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ്. അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സിൽ എന്താണ്? ദേ ആർ സോൾവെന്റ് ലവിങ് ആണ്. അതായത് ദർ ഈസ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പെർഷൻ മീഡിയം. ഓക്കെ, അടുത്തത് ലയോഫോബിക് കൊളോയിഡ്. ലയോഫോബിക് കൊളോയിഡിലോ ദർ ഈസ് ലിറ്റിൽ ഓർ നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിൽ ഒരു ഇൻട്രാക്ഷനും വരാത്തപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ലയോഫോബിക് കൊളോയിഡ് എന്ന് പറയുന്നു. ദേ ആർ ഓൾസോ ഇറിവേഴ്സിബിൾ അല്ലേ, അത് ഇറിവേഴ്സിബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്? ആൻഡ് ആർ നോട്ട് സ്റ്റേബിൾ, അത് സ്റ്റേബിളും അല്ല. ഓക്കെ, അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സ് ആർ റിവേഴ്സിബിൾ സോൾസ് ആണ്. അതുപോലെ തന്നെ പക്ഷേ ലയോഫോബിക് ആർ ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതും ഓർത്ത് വെക്കുക, ഇവിടെ നിന്നും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്തത് ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് അല്ലേ. പാർട്ടിക്കിളിൻ്റെ ബേസിസിൽ മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എന്നും മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് എന്നും നമുക്ക് പറയാം. ഓക്കെ, നോക്കാം. മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ കൺസിസ്റ്റ് ഓഫ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ആറ്റംസ് ഓഫ് small molecules with molecular size less than 1 nanometer. The particles are held together by van der Waals force. van der Waals force വെച്ചിട്ട് എന്താണ്? മൾട്ടി മോളിക്കുലർ, ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് ആയിട്ട് അഗ്രിഗേറ്റ് ആറ്റംസ് ഓഫ് സ്മോൾ മോളിക്യൂൾസ് വരുന്നതാണ് എന്ത്? മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. മാക്രോ മോളിക്കുലർ കൊളോയിഡ്സിന്റെ പ്രത്യേകത എന്താണ്? പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആർ സഫിഷ്യൻ്റ്ലി ബിഗ് ഇൻ സൈസ് അല്ലേ. മാക്രോ മോളിക്യൂൾ എന്ന് പറയാം അതിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസ് സഫിഷ്യൻ്റ്ലി ബിഗ് ഇൻ സൈസ് മേ ബി ഇൻ ദ കൊളോയിഡൽ റേഞ്ച് അല്ലേ. അത് കൊളോയിഡൽ റേഞ്ചിൽ വരുന്നതാണ് മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ഇങ്ങനെയും കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പാർട്ടിക്കിളിൻ്റെ ടൈപ്സ് വെച്ചിട്ട്. ഓക്കെ, ടൈപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ വെച്ചിട്ട് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സും അതുപോലെ മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് അസോസിയേറ്റഡ് കൊളോയിഡ്സ്, ആ ഒരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട് കേട്ടോ. അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആണ് മിസിലീസ്. മിസിലി പഠിച്ചിട്ട് പോകണം, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസിലീസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു പോർഷനാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കൊളോയിഡ്സ് വിച്ച് ബിഹേവ് ആസ് normal strong electrolytes at low concentration but get associated at high concentrations അല്ലേ. നോർമൽ കോൺസെൻട്രേഷനിൽ എന്താണ്? ദേ ബിഹേവ് ആസ് എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. പക്ഷേ അത് ഹൈ കോൺസെൻട്രേഷൻസിൽ അത് അസോസിയേറ്റ് ചെയ്ത് എന്താകുന്നു? ഇറ്റ് ബിഹേവ്സ് ആസ് കൊളോയിഡൽ സൊല്യൂഷൻ. ഹൈ കോൺസെൻട്രേഷനിൽ അത് അസോസിയേറ്റ് ചെയ്ത് കൊളോയിഡൽ ബിഹേവിയർ കാണിക്കുന്നു. അതാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഓർ മിസിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണത്? കൊളോയിഡ്സ് വിച്ച് ബിഹേവ്സ് ആസ് നോർമൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ലോ കോൺസെൻട്രേഷൻ. ലോ കോൺസെൻട്രേഷനിലെ നോർമൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഹൈ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? അസോസിയേറ്റ് ഫോം കൊളോയിഡൽ സിസ്റ്റം അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻ. ദ അസോസിയേറ്റഡ് പാർട്ടിക്കിൾസ് ഫോംഡ് ആർ കോൾഡ് മിസിലീസ്. അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് മിസിലീസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോകണം. സോപ്പും ഡിറ്റർജൻസും എക്സാമ്പിൾസ് ആണ് കേട്ടോ. മിസിലിക്ക് എക്സാമ്പിൾ ആണ് സോപ്പും ഡിറ്റർജൻസും. ഓക്കെ, ഫോർമേഷൻ ഓഫ് മിസിലീസ് ടേക്സ് പ്ലേസ് ഓൺലി അബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. മിസിലി ഫോർമേഷൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുമാണ് നടക്കുന്നത്. ആ ടെമ്പറേച്ചറിനെ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്നും ആ കോൺസെൻട്രേഷനെ ക്രിട്ടിക്കൽ മിസിലി കോൺസെൻട്രേഷൻ എന്നുമാണ് പറയുന്നത്.
ഫോർമേഷൻ ഓഫ് മിസിലി നടക്കുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുമാണ്. ആ ടെമ്പറേച്ചറിനെ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്നും ആ കോൺസെൻട്രേഷൻ എന്താ വിളിക്കുന്നത്? ക്രിട്ടിക്കൽ മിസിലി കോൺസെൻട്രേഷൻ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ സോപ്പും ഡിറ്റർജൻസും ഒക്കെ അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അവിടെ അസോസിയേറ്റഡ് കൊളോയിഡ്സ് പഠിച്ചിട്ട് പോകണം, മിസിലീസ് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അടുത്തത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ഈസ് അപ്ലൈഡ് ടു ഒബ്റ്റെയിൻ കൊളോയിഡൽ സോൾസ് അല്ലേ. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അതിൻ്റെ പടം ഓർത്തിരിക്കുക. എന്താ അവിടെ? ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ഒബ്റ്റെയിൻ കൊളോയിഡൽ സോൾസ് ഓഫ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പോലെയുള്ളതിൻ്റെ കൊളോയിഡൽ സോൾസ് കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ എന്താ നടക്കുന്നത്? ആൻ ഇലക്ട്രിക് ആർക്ക് ഈസ് സ്റ്റക്ക് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ഓഫ് ദ മെറ്റൽ ഇമേഴ്സ്ഡ് ഇൻ ദ ഡിസ്പേർഷൻ മീഡിയം അല്ലേ. ഡിസ്പേർഷൻ മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന എന്താണ്? ഡിസ്പേർഷൻ മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡ്സ്, ആ ഇലക്ട്രോഡ്സിലേക്ക് ആൻ ഇലക്ട്രിക് ആർക്ക് ഈസ് സ്റ്റക്ക് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് അല്ലേ. ഒരു ഇലക്ട്രിക് ആർക്ക് അതിലേക്ക് സ്റ്റക്ക് ചെയ്തിരിക്കുകയാണ്. 2 ഇലക്ട്രോഡ്സ് എന്താണ്? ഇമേഴ്സ്ഡ് ഇൻ ദി ഇലക്ട്രോലൈറ്റ്. ഓക്കെ, സോറി, അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം, ഇലക്ട്രോലൈറ്റ് അല്ല, ഡിസ്പേർഷൻ മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രണ്ട് ഇലക്ട്രോഡ്സിലേക്ക്, ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ഓഫ് ദ മെറ്റൽസ് ഇമേഴ്സ്ഡ് ഇൻ ദ ഡിസ്പേർഷൻ മീഡിയം, അതിലേക്ക് ആൻ ഇലക്ട്രിക് ആർക്ക് ഈസ് സ്റ്റക്ക്. അതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇൻറ്റൻസ് ഹീറ്റ് പ്രൊഡ്യൂസ് വേപ്പറൈസസ് ദ മെറ്റൽ. ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻറ്റൻസ് ഹീറ്റ് അല്ലേ, ആ ഇലക്ട്രിക് ആർക്ക് ഉണ്ടാക്കുന്ന ഇൻറ്റൻസ് ഹീറ്റ് ആ മെറ്റലിനെ വേപ്പറൈസ് ചെയ്തിട്ട് വിച്ച് ദെൻ കണ്ടൻസസ് ടു ഫോം പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ സൈസ്. അത് കണ്ടൻസ് ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് മാറുന്നു. ക്ലിയർ അല്ലേ? ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് നോക്കിയിട്ട് പോകണം. വളരെ ചെറിയൊരു കാര്യം പഠിച്ചാൽ മതി. എന്താണ്? ആൻ ഇലക്ട്രിക് ആർക്ക് ഈസ് സ്റ്റക്ക് ബിറ്റ്വീൻ എന്താണ്? ദ ഇലക്ട്രോഡ്സ് ഓഫ് ദ മെറ്റൽ ഇമേഴ്സ്ഡ് ഇൻ ദ ഡിസ്പേർഷൻ മീഡിയം എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ ബ്രെഡിക്സ് ആർക്കിൽ പഠിക്കാനായിട്ട്. അവിടെ ഉണ്ടാകുന്ന ഇൻറ്റൻസ് ഹീറ്റ് വേപ്പറൈസ് ദ മെറ്റലിനെ വേപ്പറൈസ് ചെയ്ത് കൊളോയിഡൽ സൈസിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, കൊണ്ടുപോകുന്നു. ഓക്കെ, കണ്ടൻസസ് ടു ഫോം കൊളോയിഡൽ സൈസ്, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അടുത്തത് പെപ്റ്റൈസേഷൻ. Peptization is the process of converting a precipitate into colloidal salt by shaking it with a dispersion medium. പെപ്റ്റൈസേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. പെപ്റ്റൈസേഷനും എന്താണ്? ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു എ കൊളോയിഡൽ സോൾ. ഒരു പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡൽ സോളാക്കി മാറ്റുന്നതാണ് പെപ്റ്റൈസേഷൻ. എങ്ങനെ? ബൈ ഷേക്കിംഗ് ഇറ്റ് വിത്ത് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഒരു പ്രസിപ്പിറ്റേറ്റിനെ എന്താക്കി മാറ്റുന്നു? കൊളോയിഡൽ സോളാക്കി മാറ്റുന്നതിനെയാണ് പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്, കുറച്ച് ചെറിയ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിലാണ് പെപ്റ്റൈസേഷൻ നടക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ഫ്രഷ്ലി പ്രിപ്പയർഡ് FeOH thrice is peptized by adding small quantity of FeCl3 solution. ഓക്കെ, പെപ്റ്റൈസിങ് ഏജന്റ്. അപ്പോൾ പെപ്റ്റൈസേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡൽ സോൾ ബൈ ഷേക്കിംഗ് ഇറ്റ് വിത്ത് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് ഷേക്ക് ചെയ്ത് ഒരു പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡൽ സോൾ ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടിൻഡൽ ഇഫക്റ്റ്. കൊളോയിഡ്സിൻ്റെ അടുത്തൊരു ഇതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ടിൻഡൽ ഇഫക്റ്റ്. ഫിനോമിന ഓഫ് ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന ഫിനോമിനയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അറിയാലോ അല്ലേ? ടിൻഡൽ ഇഫക്റ്റ് അതെന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസിലൂടെ ഒരു ബീം ഓഫ് ലൈറ്റിനെ കടത്തി വിട്ടാൽ ഇറ്റ് ക്യാൻ സ്കാറ്റർ ദ ബീം ഓഫ് ലൈറ്റ് അല്ലേ, അതിനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ബ്രൗണിയൻ മൂവ്മെന്റ്, അതും കൊളോയിഡൽ പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ദ കോൺസ്റ്റന്റ് സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അൺബാലൻസ്ഡ് ബോംബാർഡ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ബൈ ദ മോളിക്യൂൾസ് ഓഫ് ദ ഡിസ്പേർഷൻ മീഡിയം. എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ്? ഇറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ കോൺസ്റ്റന്റ് സിഗ്സാഗ് മൂവ്മെന്റിനെയാണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അൺബാലൻസ്ഡ് ബോംബാർഡ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസിന്റെ അൺബാലൻസ്ഡ് ബോംബാർഡ്മെന്റ് ആണ് ബ്രൗണിയൻ മൂവ്മെന്റിന്റെ കാരണം അല്ലേ. അതാണ് കാരണം. അപ്പോൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്താണ്? ബ്രൗണിയൻ മൂവ്മെന്റ് ഈസ് ദ എന്താണ്? ഇറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് സിഗ്സാഗ് മോഷൻ ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് എപ്പോഴും ഇങ്ങനെ സിഗ്സാഗ് മോഷനിലാണ്. ആ മോഷനെയാണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്നാണ് പറഞ്ഞത്? ടു ദ അൺബാലൻസ്ഡ്. കാരണം എന്താ ഉണ്ടാവുക? അവിടെ എപ്പോഴും മൂവ്മെന്റ് ആകുമ്പോൾ അവർ തമ്മിൽ കൂട്ടിയിടിക്കും. അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ തോന്നിയ പോലെ ചെതറിപ്പോകും അല്ലേ, സിഗ്സാഗ് മൂവ്മെന്റ് നടക്കുന്നു. ഓക്കെ, it is due to the unbalanced bombardment of the particles by the molecules of the dispersion medium. It does not permit the particles to settle and is responsible for the stability of salts. അപ്പോൾ എന്തുകൊണ്ടാണ് കൊളോയിഡൽ സ്റ്റേറ്റ് ഇത്രയും സ്റ്റേബിൾ ആവാൻ കാരണം? അത് ആ സെറ്റിൽ ഡൗൺ അതിനെ അനുവദിക്കില്ല. എന്തുകൊണ്ടാണ്? ആ ഡിസ്പേർഷൻ മീഡിയം എപ്പോഴും ഇങ്ങനെ എന്താണ്, അവിടെ ഒരു ബൊമ്പാർട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ പാർട്ടിക്കിൾസുമായിട്ട്. ആ ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിൾസും ആ മറ്റേ
കൊളോയിഡ് മറ്റേ ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ബൊമ്പാർട്ട്മെൻറ്റ് നടന്ന് എപ്പോഴും ഒരു സിക്സാക് മോഷൻ നടക്കുന്നുണ്ട്. അതാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് കൊളോയിഡൽ സിസ്റ്റമായിട്ട് അത് നിൽക്കുന്നത്. ഡ്യൂ ടു ദ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കാരണമാണ് അവിടെ കൊളോയിഡൽ സ്റ്റേറ്റ് തന്നെ, അതായത് അവിടെ സെറ്റിൽ ഡൗണിങ് നടക്കില്ല. ആ പാർട്ടിക്കിൾസിന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ അനുവദിക്കാതെ ആ ഒരു റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡ്. ഓക്കെ, ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാരി ആൻ ഇലക്ട്രിക് ചാർജ് അല്ലേ. പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ഉണ്ട് അല്ലേ. പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസും നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ഇങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഹാർഡി ഷൂൾസ് റൂൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഹാർഡി ഷൂൾസ് റൂൾ എന്താണ്? ദ ഗ്രേറ്റർ ദ വാലൻസി ഓഫ് ദി ഫ്ലക്യുലേറ്റിംഗ് അയൺ ആഡഡ്, ദ ഗ്രേറ്റർ ഈസ് ഹിസ് പവർ ടു കോസ് എന്താണ്? പ്രസിപ്പിറ്റേഷൻ. ഗ്രേറ്റർ ദ വാലൻസി ഓഫ് ദ ഫ്ലക്യുലേറ്റിംഗ് അയൺ ആഡഡ്, ദ ഗ്രേറ്റർ ഈസ് ഹിസ് പവർ ടു കോസ് പ്രസിപ്പിറ്റേഷൻ. ഇതാണ് ഹാർഡി ഷൂൾസ് റൂൾ എന്ന് പറയുന്നത്. അയോൺ ഹാവിംഗ് ഓപ്പോസിറ്റ് ചാർജ് ടു സോൾ പാർട്ടിക്കിൾസ്, അതായത് കൊയാഗുലേറ്റിംഗ് അയോൺ കോസസ് കൊയാഗുലേഷൻ. എന്താ അവിടെ ഹാർഡി ഷൂൾസ് പ്രകാരം, ഹാർഡി ഷൂൾസ് റൂൾ പ്രകാരം എന്താ വരുന്നത്? ഗ്രേറ്റർ ദ വാലൻസ് ഓഫ് ദി ഫ്ലക്യുലേറ്റിംഗ് അയോൺ ആഡഡ് അല്ലേ. ഫ്ലക്യുലേറ്റിംഗ് അയോണിൻ്റെ വാലൻസി കൂടുന്ന അനുസരിച്ചിട്ട് ദ ഗ്രേറ്റർ ഈസ് ദ പവർ ടു കോസ് പ്രസിപ്പിറ്റേഷൻ, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള പവർ കൂടുതലാണ്. നോക്കുക എന്താണ് നെഗറ്റീവ് സോളിൽ എന്താണ് ഫ്ലക്യുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത്? Al3+, Ba2+, Na+. കണ്ടോ, അപ്പോൾ ഗ്രേറ്റർ Al3+നാണ് ഏറ്റവും കൂടുതൽ അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദ വാലൻസ് ഓഫ് ദി ഫ്ലക്യുലേറ്റിംഗ് അയോൺ ആണ്. ഫ്ലക്യുലേറ്റിംഗ് അയോണിൻ്റെ വാലൻസ് എത്രത്തോളം കൂടുന്നുവോ ഗ്രേറ്റർ ഈസ് ഹിസ് പവർ ടു കോസ് പ്രസിപ്പിറ്റേഷൻ. അടുത്തത് പോസിറ്റീവ് സോളിലേക്ക് വരുമ്പോൾ ഫ്ലക്യുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത് എന്താണ്? FeCN6 4-, PO4 3-, SO4 2-, Cl-. കണ്ടോ, അപ്പോൾ മൈനസ് ആയാലും പ്ലസ് ആയാലും അതിൻ്റെ പവർ എവിടെ 3+, 2+, 1+. അപ്പോൾ ഗ്രേറ്റർ ദ വാലൻസ് പവർ അത്രയും എന്തുണ്ട്? കൊയാഗുലേഷൻ അല്ലെ പ്രസിപ്പിറ്റേഷന് അല്ലേ. ഗ്രേറ്റർ ഇസ് പവർ ടു കോസ് പ്രസിപ്പിറ്റേഷൻ. അത് പോസിറ്റീവിലായാലും അത് നെഗറ്റീവിലായാലും അതുപോലെ പോസിറ്റീവ് സോളിലായാലും അത് അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. അടുത്തത് എമൽഷൻസ് എന്താണെന്നാണ്? ലിക്വിഡ് ഇൻ ലിക്വിഡ് കൊളോയിഡൽ സിസ്റ്റം, ദാറ്റ് ഈസ് ദ ഡിസ്പെർഷൻ ഓഫ് ഫൈനലി ഡിവൈഡഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ അനദർ ലിക്വിഡ്. ദർ ആർ 2 types of emulsions. എന്തൊക്കെയാണ് 2 തരം എമൽഷൻസ്? ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടറും വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിലും. 2 തരം എമൽഷൻസ് പഠിക്കണം. ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടറിൽ വാട്ടർ ആക്ട് ആസ് എ ഡിസ്പേർഷൻ മീഡിയം. ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ, ഇപ്പോൾ വെള്ളത്തിൽ ഓയിൽ തുള്ളികൾ കിടക്കണം, ഓർത്താൽ മതി. മിൽക്ക്, വാനിഷിംഗ് ക്രീം ഒക്കെ ഓക്കെ എക്സാമ്പിൾസ് ആണ്. വാട്ടർ ആക്ട് ആസ് എ ഡിസ്പേർഷൻ മീഡിയം, മീഡിയം വാട്ടറാണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിലാണ്. ഓക്കെ, അടുത്തത് വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിൽ. അവിടെ നോക്കിയേ, അവിടെ എന്താണ്? ഓയിൽ ആക്ട് ആസ് എ ഡിസ്പേർഷൻ മീഡിയം. അവിടെ തിരിച്ചാണ്, ഓയിൽ ഡിസ്പേർഷൻ മീഡിയം, അതിൽ വാട്ടർ വരുന്ന അവസ്ഥ. ഓക്കെ, ബട്ടർ, ക്രീംസ് അതൊക്കെ അതിന് എക്സാമ്പിളാണ്, പഠിച്ചു വെച്ചിട്ട് പോകണം. ഇതും പരീക്ഷയ്ക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് എമൽഷൻസ്? 2 തരത്തിലുണ്ട്. എന്താണ് ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ, അതിന് എക്സാമ്പിൾ എന്താ? ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടറാണ് ഡിസ്പേർഷൻ മീഡിയം, മിൽക്ക്, വാനിഷിംഗ് ക്രീം ഒക്കെ എക്സാമ്പിൾ ആണ്. വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഓയിലാണ് അവിടെ ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് വരുന്നത്. ബട്ടർ, ക്രീം, കോഡ് ലിവർ ഓയിലൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഈ വരുന്ന ഏപ്രിൽ 2 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഫിസിക്സ്, മാത്സ്, സുവോളജിയുടെ +2ൻ്റെ അല്ലേ എക്സാംസുമായിട്ട് ബേസ് ചെയ്തുള്ള ഒരു ഫൈനൽ റിവിഷനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണ്? രേഷ്മ മിസ്, അതുപോലെ തന്നെ അമൽ സാറ്, അതുപോലെ അഖില മിസ്. ഓക്കെ, അപ്പോൾ ഇവർ എന്തൊക്കെയായിട്ടാണ് വരുന്നത്? ഫിസിക്സ്, മാത്സ്, സുവോളജി, ഇതിൻ്റെ ഒരു ഫൈനൽ റിവിഷൻ, ഫൈനൽ ടച്ചുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈവ് കണ്ടാൽ A+ ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലൈവ് അറ്റൻഡ് ചെയ്യുക. എപ്പോഴാണ്? ഏപ്രിൽ 2 അതുപോലെ തന്നെ 11 മണിക്ക്. ഓക്കെ, ഏപ്രിൽ 2 11 മണിക്കാണ് ഈ +2ൻ്റെ ഈ ഫിസിക്സിൻ്റെയും അതുപോലെ മാത്സിൻ്റെയും സുവോളജിയുടെയും ലൈവ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണത് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണിത്? പി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലേ. പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്ക് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓക്കെ ക്ലിയർ അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓൾ ആർ പോളിഅറ്റോമിക്, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം നൈട്രജൻ ടു, അതായത് നമ്മൾ 15th ഗ്രൂപ്പ് അല്ലേ. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ആദ്യം തന്നെ നമ്മൾ ഏതാണ്? നമ്മൾ നൈട്രജൻ ഫാമിലിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 15 ആണ് പഠിക്കുന്നത്. നൈട്രജൻ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഓക്കെ, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം നൈട്രജൻ ടു
ബിസ്മത്ത്. അതുപോലെ തന്നെ ഡെൻസിറ്റി ഇൻക്രീസസ് ഫ്രം നൈട്രജൻ ടു ബിസ്മത്ത്, മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. നമ്മൾ പഠിച്ചേക്കുന്ന കാര്യമാണ് അല്ലേ, ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് അല്ലേ, എന്ത് സംഭവിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് ഇരിക്കുക. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ അതാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് ട്രെൻഡ്സ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി. ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് 15 ഗ്രൂപ്പ് എലമെന്റ്സ്. ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -3 +3 ആൻഡ് +5 ആണ് അല്ലേ. ഗ്രൂപ്പ് 15 എലമെന്റ്സ് അവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? -3 +3 +5. അതാ അവരുടെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. ഈ മൂന്നാണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 15 എലമെന്റ്സ്. ദ സ്റ്റെബിലിറ്റി ഓഫ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് പഠിക്കേണ്ടതാണ്, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെബിലിറ്റി ഓഫ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ അവിടെ താഴത്തേക്ക് പോകുന്തോറും +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു അല്ലേ, +3യുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ദ സ്റ്റെബിലിറ്റി ഓഫ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ആൻഡ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്യൂ ടു ഇനാർട്ട് പെയർ ഇഫക്റ്റ്. അതിനൊരൊറ്റ വാക്ക് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇനാർട്ട് പെയർ ഇഫക്റ്റ്. ഓക്കെ, നൈട്രജൻ എക്സിബിറ്റ് +1 +2 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾസോ വെൻ ഇറ്റ് റിയാക്ട് വിത്ത് O2 അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഓഫ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്? ഡ്യൂ ടു ഇനാർട്ട് പെയർ ഇഫക്റ്റ്. ഓക്കെ, ഡ്യൂ ടു ഇനാർട്ട് പെയർ ഇഫക്റ്റ്. Anomalous properties of nitrogen. Nitrogen anomalous properties ആണ് small size, high electronegativity, high ionization enthalpy and non availability of d orbitals. എന്തൊക്കെയാണ് anomalous properties of nitrogen? Small size ആണ്, high electronegativity, high ionization enthalpy, non availability of d orbitals. അപ്പോൾ നൈട്രജൻ എന്തുകൊണ്ടാണ് എന്തെങ്കിലും വ്യത്യസ്തത കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? ഡ്യൂ ടു ദിസ് സ്മോൾ സൈസ്, high electronegativity, high ionization enthalpy and non-availability of d orbitals. Nitrogen has unique ability to form p-pi multiple bonds അല്ലേ. നൈട്രജൻ p-pi multiple bonds മാത്രമാണ് ഫോം ചെയ്യുള്ളൂ. എന്തുകൊണ്ടാ? ബിക്കോസ് അതിൽ വേക്കൻറ്റ് d orbitals ആണ് അല്ലേ, unavailability of d orbitals. ഓക്കെ, ഇറ്റ് cannot form d-pi bonds അല്ലേ. എന്തുകൊണ്ടാണ് d-pi ബോണ്ട് ഫോം ചെയ്യാൻ പറ്റാത്തത്? ആബ്സെൻസ് ഓഫ് d orbitals. ഓക്കെ, അതാണ് നൈട്രജനുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഹൈഡ്രൈഡ്സ് എങ്ങനെയാണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. മോളിക്യൂൾസ് അസ്യൂം ട്രൈഗണൽ പിരമിഡൽ ജോമെട്രി ആണ് വിത്ത് എ ലോൺ പെയർ ഓഫ് സെൻട്രൽ ആറ്റം. സ്റ്റെബിലിറ്റി ഡിക്രീസസ് ഫ്രം NH3 അമോണിയ ടു ബിസ്മത്ത്. അപ്പോൾ അതിൻ്റെ ഹൈഡ്രൈഡ്, അപ്പോൾ നൈട്രജൻ്റെ ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ NH3 ആണ് അല്ലേ, അമോണിയ ആണ് അല്ലേ. അപ്പോൾ ഹൈഡ്രൈഡിൻ്റെ പ്രത്യേകത എന്താണ്? സെൻട്രൽ ആറ്റം ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. മോളിക്യൂൾസ് അസ്യൂം ട്രൈഗണൽ പിരമിഡൽ ജോമെട്രി ആണ് വിത്ത് എ ലോൺ പെയർ ഓൺ ദ സെൻട്രൽ ആറ്റം. ആ നൈട്രജനിലെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അടുത്തത് കോൺസിക്വൻറ്റ്ലി റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം അമോണിയ ടു ബിസ്മത്ത്. അമോണിയന് ബിസ്മത്തിലേക്ക് എന്താണ് റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ബേസിസിറ്റി ഡിക്രീസസ് ഇൻ ദ ഓർഡർ ഇങ്ങനെയാണ് കേട്ടോ. അമോണിയ, ഫോസ്ഫീൻ, അതുപോലെ ആ രീതിയിൽ അതിൻ്റെ ബേസിസിറ്റി എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊക്കെ പഠിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അമോണിയയുടെ പ്രത്യേകത അറിയാം. എന്താണ് അമോണിയയുടെ പ്രത്യേകത? ബേസിക് ആണ് അല്ലേ, ബേസിക് ആയിട്ട് കാണിക്കുന്ന ബേസിക് നേച്ചർ കാണിക്കുന്നതാണ്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അവർ എന്ത് തരം ഓക്സൈഡ്സ് ആണ്? E2O3 ടൈപ്പും E2O5 ടൈപ്പ് ഓക്സൈഡ്സുമാണ് തരുന്നത്. ഓക്സൈഡ്സ് ഇൻ ദ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദി എലമെന്റ് ഈസ് മോർ അസിഡിക് ദാൻ ഇൻ ദ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളവർക്ക് അവിടെ ഓക്സൈഡ്സ് മോർ അസിഡിക് ദാൻ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ എന്ത് തരം ഓക്സൈഡ്സ് തരുന്നുണ്ട്? E2O3 ടൈപ്പും E2O5 ടൈപ്പ് ഓക്സൈഡ്സ് ആണ് അവർ തരുന്നത്. ക്ലിയർ അല്ലേ? റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലജൻസ് ദേ ഫോം എന്താണ്? EX3 ആൻഡ് EX5 ടൈപ്പ് ഹാലൈഡ്സ് അല്ലേ. അവർ തരുന്നത് X3 ടൈപ്പ് X5 ടൈപ്പ് ആണ്. ഓക്കെ, നൈട്രജൻ ഡസ് നോട്ട് ഫോം പെൻറ്റാ ഹാലൈഡ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൈട്രജൻ ഡസ് നോട്ട് ഫോം പെൻറ്റാ ഹാലൈഡ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് d orbitals. ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് d orbitals നൈട്രജൻ കനോട്ട് ഫോം പെൻറ്റാ ഹാലൈഡ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിട്ട് പോകണം. നൈട്രജൻ കനോട്ട് ഫോം പെൻറ്റാ ഹാലൈഡ് ഡ്യൂ ടു ദ നോൺ അവൈലബിലിറ്റി ഓഫ് d orbitals. ഓക്കെ, നോൺ അവൈലബിലിറ്റി ഓഫ് d orbitals. അപ്പോൾ നൈട്രജൻ്റെ സ്പെഷ്യാലിറ്റിക്കൊക്കെ കാരണം എന്താണ്? നമ്മൾ പഠിച്ചു. എന്താണ് സ്പെഷ്യാലിറ്റിക്ക്? ഡ്യൂ ടു സ്മോൾ സൈസ്,
ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ക്ലിയർ അല്ലേ? അടുത്തത് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ വിൽ ഫേവർ ദ ഫോർമേഷൻ ഓഫ് അമോണിയ. അല്ലേ? അമോണിയയുടെ ഫോർമേഷന് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണ് ഫേവർ ചെയ്യുന്നത്. ആസ് ദ ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ആൻഡ് ഈസ് അക്കമ്പനിഡ് ബൈ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. അല്ലേ? ഓക്കെ, അത് ഓർത്തിരിക്കുക. എന്താണ് ഫോർവേഡ് റിയാക്ഷൻ? എന്താണ്? എക്സോതെർമിക് ആണ്. അല്ലേ? ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അതുകൊണ്ട് തന്നെ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറുമാണ് അമോണിയയുടെ ഫോർമേഷനിൽ ഫേവറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ അവിടെ തന്നെ ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോംസ് ആണ് പറയുന്നത്. വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. ഇതാണ് ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോംസ്. ഓക്കെ, വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് ഈസ് ലെസ് സ്റ്റേബിൾ ആണ്. അല്ലേ? വൈറ്റ് ഫോസ്ഫറസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ആൻഡ് മോർ റിയാക്റ്റീവ്, ക്യാച്ചസ് ഫയർ ഇൻ ദ എയർ ടു ഗിവ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ്. അല്ലേ? ലെസ് സ്റ്റേബിൾ ആണ്, മോർ റിയാക്റ്റീവ് ആണ്, ക്യാച്ചസ് ഫയർ, അല്ലേ, ആൻഡ് ഗിവ്സ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ്. വൈറ്റ് ഫോസ്ഫറസ്. Red phosphorus is obtained by heating white phosphorus at 573 Kelvin. 573 Kelvinൽ വൈറ്റ് ഫോസ്ഫറസിനെ ഹീറ്റ് ചെയ്താണ് എന്തുണ്ടാവുന്നത്? റെഡ് ഫോസ്ഫറസ് ഉണ്ടാവുന്നത്. റെഡ് ഫോസ്ഫറസ് ഈസ് ലെസ് റിയാക്റ്റീവ്. വൈറ്റ് ഫോസ്ഫറസ് വളരെ റിയാക്റ്റീവ് ആണ്. അല്ലേ? ലെസ് സ്റ്റേബിൾ ആണ്, മോർ റിയാക്റ്റീവ് ആണ്. പക്ഷേ റെഡ് ഫോസ്ഫറസ് ലെസ് റിയാക്റ്റീവ് ആണ്. റെഡ് ഫോസ്ഫറസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 573 Kelvin. ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത്, when red phosphorus is heated under high pressure, a series of phases of black phosphorus is formed. അല്ലേ? ബ്ലാക്ക് ഫോസ്ഫറസ് ടു ഫോംസ് ഏതൊക്കെയാണ് ബ്ലാക്ക് ഫോസ്ഫറസിന്റെ? ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും അതുപോലെ തന്നെ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. അപ്പോൾ ബ്ലാക്ക് ഫോസ്ഫറസ് ഒബ്റ്റൈൻഡ് വെൻ റെഡ് ഫോസ്ഫറസ് ഈസ് ഹീറ്റഡ് അണ്ടർ ഹൈ പ്രഷർ. ഹൈ പ്രഷറിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ടാവുന്നത്. രണ്ട് തരം ബ്ലാക്ക് ഫോസ്ഫറസ് ഏതൊക്കെയാണ്? ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും അതുപോലെ തന്നെ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും ആണ്. ഓക്കെ, പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 473 Kelvin അണ്ടർ ഹൈ പ്രഷർ. അപ്പോഴും അത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഫോസ്ഫറസിന്റെ അലോട്രോപ്സ്? വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, അതുപോലെ തന്നെ ബ്ലാക്ക് ഫോസ്ഫറസ്. ഓക്കെ, പഠിക്കണം കേട്ടോ. അടുത്ത സൾഫറിലേക്കാണ് വരുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ, സൾഫറിന്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ്. അല്ലേ? സൾഫ്യൂരിക് ആസിഡ്. ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ ദ കോണ്ടാക്ട് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് 3 steps. ആ കോണ്ടാക്ട് പ്രോസസ്സിലെ 3 steps. ബേണിംഗ് ഓഫ് സൾഫർ ഓർ സൾഫൈഡ് ഓർ ഇൻ എയർ ടു ഗെറ്റ് SO2. അല്ലേ? SO2 ബേണിംഗ്. ആദ്യം സൾഫറിനെ അല്ലെങ്കിൽ സൾഫൈഡ് ഓറിനെ SO2 ആക്കി മാറ്റുന്നു. അത് കഴിഞ്ഞ് SO2നെ എന്താക്കുന്നു? SO2നെ SO3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അല്ലേ? SO2നെ SO3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ദ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് വനേഡിയം പെൻഡോക്സൈഡ് കാറ്റലിസ്റ്റ്. വനേഡിയം പെൻഡോക്സൈഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിച്ച് SO2 is converted into SO3. ഓക്കെ, അടുത്ത അബ്സോർപ്ഷൻ ഓഫ് SO3 ഇൻ സൾഫ്യൂരിക് ആസിഡ് ടു ഗിവ് ഓലിയം. ഓലിയം H2S2O7. ഇതാണ് അതിൻ്റെ ആ ഒരു സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചർ, അതായത് കോണ്ടാക്ട് പ്രോസസ്സിലെ 3 സ്റ്റെപ്പ്. ഒന്ന് ഓർത്ത് വെച്ചോളൂ. സൾഫറിൻ്റെ അലോട്രോപ്സ് ആണ് ഏതൊക്കെയാ? യെല്ലോ റോംബിക് അല്ലെങ്കിൽ ആൽഫ സൾഫർ ആൻഡ് മോണോക്ലിനിക് ബീറ്റ സൾഫർ. അല്ലേ? രണ്ട് അലോട്രോപിക് ഫോംസ് ഏതൊക്കെയാണ്? ആൽഫ സൾഫറും ബീറ്റ സൾഫറുമാണ് സൾഫറിൻ്റെ അലോട്രോപ്സ് എന്ന് പറയുന്നത്. സ്റ്റേബിൾ ഫോം അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് റോംബിക് സൾഫർ വിച്ച് ട്രാൻസ്ഫോംസ് ടു മോണോക്ലിനിക് സൾഫർ, അതായത് ബീറ്റ സൾഫർ വെൻ ഹീറ്റഡ് എബവ് 369 Kelvin. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഫോം ഏതാണ്? യെല്ലോ റോംബിക് സൾഫർ ആണ് അല്ലെങ്കിൽ ആൽഫ സൾഫർ ആണ്. അത് വല്ലാണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ബീറ്റ സൾഫർ. ഓക്കെ, ബീറ്റ സൾഫർ ആയിട്ട് മാറുന്നു. ഇതാണ് സൾഫറിൻ്റെ അലോട്രോപ്സ്. ഏതൊക്കെയാണ്? യെല്ലോ റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറും ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിൽ സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ആൽഫ സൾഫർ അല്ലെങ്കിൽ റോംബിക് സൾഫർ ആണ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫോം ടു മോണോക്ലിനിക് സൾഫർ വെൻ ഹീറ്റഡ് എബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ, ഇതൊന്ന് ഓർത്തിരിക്കുക. വാട്ട് ഹാപ്പൻസ് വെൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് ടു കാൽഷ്യം ഫ്ലൂറൈഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ കാൽഷ്യം ഫ്ലൂറൈഡിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇറ്റ് ഫോംസ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ കാൽഷ്യം ഫ്ലൂറൈഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഫോം ചെയ്യുന്നു. അല്ലേ? കാൽഷ്യം സൾഫേറ്റും ഹൈഡ്രജൻ ഫ്ലൂറൈഡും ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് SO3 ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ. SO3 സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിൽ ഉണ്ടാകുന്ന നമ്മൾ ആ ഒരു സ്റ്റെപ്സിൽ പറയുന്നതാണ്. SO3നെ വാട്ടറിലേക്ക് കടത്തി വിട്ടാൽ എന്താ ഉണ്ടാകുന്നത്? ഇറ്റ് ഡിസോൾവ്സ് SO3. വാട്ടർ SO3നെ ഡിസോൾവ് ചെയ്ത് എന്താകുന്നു? H2SO4 സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അടുത്തത് ഹാലജൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഹാലജൻസിൻ്റെ പ്രത്യേകത എന്താണ്?
they exhibit -1 oxidation state. Chlorine, bromine, iodine exhibit +1, +3, +5 and +7 oxidation states. ഹലജൻസ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ് അല്ലേ. ഹലജൻസിലേക്ക് എത്തുമ്പോൾ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ എന്തെല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് ഓൾ ദ ഹലജൻസ് എക്സിബിറ്റ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അവർ ജനറലി കാണിക്കുന്നത്. ഹവർ ഇവരൊക്കെ വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലും അവർ കാണിക്കാറുണ്ട്. ഓക്കെ, അതത്ര ശ്രദ്ധിക്കേണ്ട. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പഠിച്ചാൽ മതി. Higher oxidation states of chlorine, bromine and iodine are realized mainly when the halogens are in combination with the small and highly electronegative fluorine and oxygen atoms. അല്ലേ, അപ്പോൾ ഹലജൻസിൻ്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എവിടെയാണ് വരുന്നത്? ദേ ആർ ഇൻ കോമ്പിനേഷൻ വിത്ത് ദ സ്മോൾ ആൻഡ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിനും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അവർ അവരുടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 and +6 occurs in the oxides and oxo acids of chlorine and bromine. ഓക്സൈഡ്സിലും ഓക്സോ ആസിഡ്സിലൊക്കെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ഉം +6 ഒക്കെ കാണിക്കാറ്. ഫ്ലൂറിൻ ആറ്റം ഹാസ് നോ ഡി ഓർബിറ്റൽസ് ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ ആൻഡ് ദെയർഫോർ കനോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് ഓക്റ്ററ്റ്. ഫ്ലൂറിൻ ആറ്റത്തിന് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ ഡി ഇലക്ട്രോൺസ് ഇല്ല, ഡി ഓർബിറ്റൽസ് അല്ലേ, അല്ലെങ്കിൽ ഡി ഓർബിറ്റൽസ് ഇല്ല. സോ ഇറ്റ് കനോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് വാലൻസ് ഷെൽ ആൻഡ് ദെയർഫോർ കനോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് ഓക്റ്ററ്റ് അല്ലേ. അതിൻ്റെ വാലൻസ് ഷെല്ലിൽ എന്തില്ല? ഡി ഓർബിറ്റൽസ് ഇല്ല. ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് അതിന് അതിൻ്റെ ഓക്റ്ററ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡ്യൂ ടു ദ സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ആറ്റം, ആബ്സെൻസ് ഓഫ് ഡി ഇലക്ട്രോൺസ്, ഇതൊക്കെ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഒരു സ്പെഷ്യൽ ബിഹേവിയറിന് കാരണമായിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. എത്ര അതായാലും ഫ്ലൂറിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും ഇത്ര എഴുതി വയ്ക്കാം. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്, അതൊക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, ബീങ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എക്സിബിറ്റ്സ് ഓൺലി -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫ്ലൂറിൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ് കാണിക്കുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്. The ready acceptance of an electron is the reason for the strong oxidizing nature of halogens. F2 is the strongest oxidizing halogen. അല്ലേ, ഏറ്റവും എന്താണ് F2? ഫ്ലൂറിനാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഹലജൻ. അതിന് ഹലജൻസ് ഓക്സിഡൈസിങ് നേച്ചർ കാണിക്കുന്നതിന് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ഹിസ് അക്സെപ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലേ. അതിനെപ്പോഴും എന്താണ്? ഒരു ഇലക്ട്രോണിനെ മേടിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ, എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതാണ് അതിൻ്റെ ഓക്സിഡൈസിങ് നേച്ചറിനുള്ള കാരണം. ഓക്കെ, ദ അനോമലസ് ബിഹേവിയർ ഓഫ് ഫ്ലൂറിൻ ഈസ് ഡ്യൂ ടു ഇറ്റ് സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, low fluorine bond dissociation enthalpy, and non availability of d orbitals. അപ്പോൾ anomalous behavior കാരണം എന്തൊക്കെയാണ്? ഡ്യൂ ടു സ്മോൾ സൈസ്, ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി, ലോ ഫ്ലൂറിൻ അതായത് FF, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഫ്ലൂറിനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. ഓക്കെ, ഈ ക്ലോറിനിലേക്ക് വരുമ്പോൾ, ക്ലോറിൻ ഈസ് എ പവർഫുൾ ബ്ലീച്ചിങ് ഏജന്റ്. ക്ലോറിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ പവർഫുൾ ബ്ലീച്ചിങ് ഏജന്റ്. ബ്ലീച്ചിങ് ആക്ഷൻ ഈസ് ഡ്യൂ ടു ഓക്സിഡേഷൻ. ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷന് കാരണം എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇറ്റ് ബ്ലീച്ചസ് വെജിറ്റബിൾ ഓർ ഓർഗാനിക് മാറ്റർ ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ അത് വെജിറ്റബിൾ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിനെ ബ്ലീച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ പഠിക്കുക. ഇറ്റ് ഈസ് എ പവർഫുൾ ബ്ലീച്ചിങ് ഏജന്റ് ആണ്. അതിൻ്റെ ബ്ലീച്ചിങ് ആക്ഷന് കാരണമായിട്ടുള്ളത് എന്താണ്? ഓക്സിഡേഷൻ ആണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ബ്ലീച്ചിങ് എഫക്ട് ഓഫ് ക്ലോറിൻ ഈസ് പെർമനൻ്റ് ആണ്. Cl2 + H2O gives 2HCl + O. ഈ ഓക്സിജൻ ആണ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നത് അല്ലേ. ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷന് കാരണം എന്താണ്? അതിൻ്റെ ഓക്സിഡേഷൻ. അതായത് ക്ലോറിൻ വാട്ടറിൽ ഓക്സിഡേഷൻ നടന്ന്, അതായത് ഓക്സിജനെ സ്വതന്ത്രമാക്കുന്നു അല്ലേ. കളേർഡ് സബ്സ്റ്റൻസസ് ആ ഓക്സിജനുമായിട്ട് ചേർന്ന് കളർലെസ് ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലീച്ചിങ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. അടുത്തത് നമ്മൾ എന്താണ്? അതായത് സെനൻ്റെ കോമ്പൗണ്ട്സ് ആണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട് അല്ലേ. സെനൻ കോമ്പൗണ്ട്സ് അതായത് എന്താണ്? 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന സെനനെ കുറിച്ചിട്ടാണ് അല്ലേ. XeF2, XeF4 and XeF6 are colorless crystalline solids and sublime readily at 298 Kelvin. 298 Kelvin ആകുമ്പോൾ സബ്ലൈം ചെയ്യുന്ന കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് അല്ലേ. XeF2, XeF4, XeF6 സെനൻ്റെ ഫ്ലൂറൈഡ്സ്. ഓക്കെ, ദേ ആർ പവർഫുൾ ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ്. അവർ പവർഫുൾ ആയിട്ടുള്ള ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി സെനൻ്റെ കോമ്പൗണ്ട്സ് XeF2, XeF4, XeF6 അതിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ പവർഫുൾ ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ XeF2ൻ്റെ ഷേപ്പ് അത് ലീനിയർ ആണ്. അതുപോലെ XeF4 അതെന്താണ്? സ്ക്വയർ പ്ലാനർ ആണ്. ഈ ഷേപ്സ് ഒന്ന് ഓർത്തോണ്ട് പൊക്കോളൂ കേട്ടോ.
XeF2 എന്ന് പറയുന്നത് ലീനിയർ ആണ്, XeF4 എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനർ ഷേപ്പാണ്. അതൊന്ന് ഓർത്തോണ്ട് പൊക്കോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അതിൻ്റെ ഒരു റിയാക്ഷൻ ആണ്. XeF2 + 2H2O gives 2Xe + 4HF. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേ ആർ പവർഫുൾ. എന്താണ് അവരുടെ പ്രത്യേകത? പവർഫുൾ ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആണ് അല്ലേ? ദേ ആർ പവർഫുൾ ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2XeF2 + 2H2O gives 2Xe + 4HF + O2. ക്ലിയർ അല്ലേ? ഓക്കെ. സെലൻ ഓക്സിജൻ കോമ്പൗണ്ട്സ് ആണ്. ഇതും പഠിച്ചിട്ട് പോകണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിസിസ് ഓഫ് XeF4 ആൻഡ് XeF6 വിത്ത് വാട്ടർ ഗീവ്സ് എന്താണ്? O3 അല്ലേ? ഇപ്പം എന്താണ്? 6XeF4 + 12H2O gives 4Xe + XeO3 + HF + 3O2. അപ്പം ആ ടെക്സ്റ്റിൽ, അതായത് അവിടെ പി ബ്ലോക്ക് എലമെൻസിൽ ലാസ്റ്റ് വരുന്ന ആ സെലൻ ഓക്സിജൻ കോമ്പൗണ്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അവിടെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അത് എന്താ തരുന്ന പറഞ്ഞത്? അത് അതിൻ്റെ ഓക്സൈഡ്സ് തരുമെന്നാണ് ഓക്കെ പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഗീവ്സ് ഓക്സിഫ്ലൂറൈഡ്സ്. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആകുമ്പോൾ എന്താ തരുന്നത്? ഓക്സിഫ്ലൂറൈഡ്സ്, XeOF4, അതുപോലെ തന്നെ XeO2F6. ക്ലിയർ അല്ലേ? നോക്കിയേ. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോണോട്ടോ, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെനൻ XeF4 ആയാലും XeF6 ആയാലും ഹൈഡ്രോളിസിസ് വിത്ത് വാട്ടർ ആകുമ്പോൾ അത് അതിൻ്റെ എന്താണ് തരുന്നത്? ഓക്സൈഡ്സ് ആണ് തരുന്നത് അല്ലേ? XeO3 തരുന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? എന്താണ്? ഓക്സിഫ്ലൂറൈഡ്സ് ആണ് തരുന്നത്. ഓക്കെ, XeOF4ഉം XeO2F2. ക്ലിയർ അല്ലേ? അടുത്തത് സ്കൂൾ കുട്ടികൾക്കായി ഒരു ഫ്രീ ഗ്രാമർ ക്ലാസ്. എന്നാണ്? April 2 സാറ്റർഡേയിൽ അല്ലേ? April 2 സാറ്റർഡേയിൽ സ്കൂൾ കുട്ടികൾക്കായി ഒരു ഫ്രീ ഗ്രാമർ ക്ലാസ്സുമായിട്ട് CCPLUS നിങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ CCPLUSലൂടെ സ്കൂൾ കുട്ടികൾക്കായിട്ട് ഒരു ഫ്രീ ഗ്രാമർ ക്ലാസ്സുമായിട്ട് April 2 സാറ്റർഡേയിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കായിട്ട് ഒരു ഫ്രീ ഗ്രാമർ ക്ലാസ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ കസിൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അയലക്കത്ത്, നിങ്ങളുടെ അടുത്തുള്ളവർക്ക് ഒക്കെ ഇത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കായിട്ട് ഒരു ഫ്രീ ഗ്രാമർ ക്ലാസ്സുമായിട്ട് April 2 സാറ്റർഡേയിൽ ടീം CCPLUSലൂടെ വരുന്നു. ശ്രീകല മിസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോവുകയാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ? എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ ഇതേത് റിയാക്ഷനാണ്? SN2 റിയാക്ഷൻ ആണ് പറയുന്നത് അല്ലേ? എന്താണ്? അവിടെ ഒരു ന്യൂക്ലിയോഫൈൽ എങ്ങനെയാണ് അറ്റാക്ക് നടക്കുന്നതെന്ന് നോക്കിയേ. അത് ഒരു ഇതിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ ന്യൂക്ലിയോഫൈൽ ആഡ് ആവുകയും ഇവിടുത്തെ ആ എക്സിനെ അതായത് ആ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡിലേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് നടക്കുന്നതാണ് കാണിച്ചത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് ഓർമ്മിപ്പിച്ചതാണ്. ദിസ് റിയാക്ഷൻ ഹാസ് ബീൻ ഫൗണ്ട് ടു പ്രൊസീഡ് ബൈ 2 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? നോക്കിയ റിയാക്ഷൻ ബിറ്റ്വീൻ അല്ലേ? എങ്ങനെയാണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് അല്ലേ? സെക്കൻഡ് ഓർഡർ കൈനറ്റിക് പ്രകാരമാണ് SN2 റിയാക്ഷൻ നടക്കുന്നത്. ദ റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദ റിയാക്ടൻസ് അല്ലേ? അപ്പോൾ SN2 റിയാക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് നടക്കുന്നത് അല്ലേ? അടുത്തത് ഇവിടെ അതെന്താണെന്ന് നോക്കൂ. ഒരു OH ഒരു ന്യൂക്ലിയോഫൈൽ ഒരു ആൽക്കൈൽ ഹാലൈഡിലേക്ക് വരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ന്യൂക്ലിയോഫൈൽ അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈമിൽ തന്നെ എന്താണ്? ആ Cl അവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കുന്നുണ്ട്. നോക്കേ, ഇങ്ങനെ ഇരുന്നതായിരുന്നു അല്ലേ? Cl ഇങ്ങനെ ഇപ്പുറത്തായിരുന്നു Cl. ഇവിടെ വന്നപ്പോൾ ആ Cl അങ്ങ് റിമൂവ് ആയിട്ട് OH ഇവിടെ വന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് SN2 മെക്കാനിസം എന്ത് നടക്കുന്നു? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കുന്നുണ്ട്. സെക്കൻഡ് ഓർഡർ കൈനറ്റിക് പ്രകാരമാണ്. അതുപോലെ തന്നെ ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് അല്ലേ? ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു മെക്കാനിസമാണ് SN2. ഓക്കെ, ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രൈമറി ഹാലൈഡ്, സെക്കൻഡറി ഹാലൈഡ്, ടെർഷ്യറി ഹാലൈഡ്. നോക്ക്, ഈ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുന്നത് ഏറ്റവും
ബുദ്ധിമുട്ട്, അതായത് ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് എങ്ങനെയാണ്? മിഥൈലിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു പ്രൈമറി അല്ലേ ഇഥൈലിലേക്ക് വരുമ്പോൾ, അതായത് ബൾക്കി ഗ്രൂപ്പ്സ് വരുമ്പോൾ എന്താണ്? ഈ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഹിൻഡർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രസൻസ് ഓഫ് ബൾക്കി ഗ്രൂപ്പ്സ് ഹിൻഡേഴ്സ് ദ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. അപ്പോൾ ടെർഷറി ഹാലൈഡിനേക്കാളും ഏറ്റവും നന്നായിട്ട് SN2, അതായത് SN2 മെക്കാനിസം നടക്കുന്നത്, അല്ലെങ്കിൽ SN2 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് എവിടെയാണ്? SN2 നടക്കുന്നത് എവിടെയാണ്? പ്രൈമറി ഹാലൈഡിലാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പ്രൈമറി ഹാലൈഡിലാണ് ടെർഷറി ഹാലൈഡിനേക്കാളും എളുപ്പത്തിൽ അത് നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നോക്കാം. മിഥൈൽ ഹാലൈഡ്സ് റിയാക്ട് മോർ റാപ്പിഡ്ലി ഇൻ SN2 റിയാക്ഷൻസ്. SN2 റിയാക്ഷൻസ് മിഥൈൽ ഹാലൈഡ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും റാപ്പിഡായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ബിക്കോസ് ദെയർ ആർ ഓൺലി 3 സ്മോൾ ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ. മിഥൈൽ ഹാലൈഡിൽ എന്താണ് അത് ചോദിക്കുന്നത് ആട്ടോ പരീക്ഷയ്ക്ക്? 3 സ്മോൾ ഹൈഡ്രജൻ ആറ്റംസേ ഉള്ളൂ. സോ ആ വരുന്ന ന്യൂക്ലിയോഫൈലിന് പെട്ടെന്ന് ഇതിനെ കട്ട് ചെയ്ത് ഇവിടേക്ക് കയറാനുള്ള ഒരു എളുപ്പമുണ്ട് അല്ലേ. സോ മിഥൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ പ്രൈമറി ഹാലൈഡ്സ് അല്ലെങ്കിൽ മിഥൈൽ ഹാലൈഡ്സ് ആണ് SN2 റിയാക്ഷൻ ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അണ്ടർഗോ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. അതിന് കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? കാരണം എന്താണ്? ബിക്കോസ് ദെയർ ആർ ഓൺലി 3 സ്മോൾ ഹൈഡ്രജൻ ആറ്റംസ്. ടെർഷറി ഹാലൈഡ്സ് ആർ ദ ലീസ്റ്റ് റിയാക്റ്റീവ്. ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ടെർഷറി ഹാലൈഡ്സ് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൾക്കി ഗ്രൂപ്പ്സിന്റെ പ്രസൻസ് ആണ് അതിന് കാരണം. ഓക്കെ, അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫൈൽ യൂണിമോളിക്കുലർ SN1 മെക്കാനിസം പറയാണ്. SN1 റിയാക്ഷൻസ് ആർ ജനറലി കാരിഡ് ഔട്ട് ഇൻ പോളാർ പ്രോട്ടിക് സോൾവെൻസ്, അതായത് അങ്ങനെയുള്ളവരിലാണ് SN1 റിയാക്ഷൻസ് നടക്കുന്നത്. റിയാക്ഷൻ ബിറ്റ്വീൻ ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺ ഈൽസ് ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്താണ്? SN1 ആണ്. SN1 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ, അതായത് ഇറ്റ് ഫോളോസ് ദ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അപ്പോൾ SN1ന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ 1 സ്റ്റെപ്പ് അല്ലേ. മോർ ദാൻ 1 സ്റ്റെപ്പിലാണ് SN1 റിയാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്, മോർ ദാൻ 1 സ്റ്റെപ്പിൽ നടക്കുന്നു. പിന്നെ എന്തുകൂടി നമുക്കറിയണം? എന്തുകൂടി ഉണ്ട്? റെസമൈസേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ SN2ൽ എന്താ നടക്കുന്നത്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. പക്ഷേ SN1ൽ എന്താ നടക്കുന്നത്? റെസമൈസേഷൻ ആണ് നടക്കുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ 1 സ്റ്റെപ്സ് അല്ലേ. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൂടി പഠിക്കണം? ഇത് യൂണിമോളിക്കുലർ ആണ്. ഓക്കെ, ഇനിയും SN1 റിയാക്ഷനിൽ എങ്ങനെയാണ്? SN1 റിയാക്ഷൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഇത് നേരെ തിരിച്ചാണ്. എന്താണ് SN1 റിയാക്ഷൻ എങ്ങനെയാണ്? ഏതാണ്? ടെർഷറി ആണ് ഏറ്റവും നന്നായിട്ട് SN1 റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത് കേട്ടോ. ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് SN1 ഏറ്റവും നന്നായിട്ട് അണ്ടർഗോ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഓർത്തിരിക്കുക. ഹാലോജിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, അതെല്ലാമാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഹാലോജിനേഷൻ അല്ലെ, ക്ലോറിനേഷൻ. അൺഹൈഡ്രസ് FeCl3യുടെ പ്രസൻസിൽ ക്ലോറിനേഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? 1,4 ഡൈക്ലോറോ, മേജർ ആയിട്ട് 1,4 ഡൈക്ലോറോ ബെൻസീൻ അല്ലേ. അതും അതുപോലെ തന്നെ 1,2 ഡൈക്ലോറോ ബെൻസീനും, അതായത് ഓർത്തോ പാരാ ഡെറിവേറ്റീവ്സ് അല്ലേ. അതിൻ്റെ ഓർത്തോ പാരാ ഡെറിവേറ്റീവ്സ് അല്ലെ. ഓർത്തോ ഡെറിവേറ്റീവ് കുറവാണ്, പാരാ ഡെറിവേറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പോൾ ഹാലോജിനേഷനിൽ ഇതാണ് സംഭവിക്കുന്നത്, ഉണ്ടാകുന്നത്. ഓർത്തിരിക്കുക. നൈട്രേഷനിൽ വരുമ്പോഴോ അരിനെ നൈട്രേഷൻ ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് in the presence of nitric acid. നൈട്രേഷൻ ചെയ്യുന്നു in the presence of concentrated sulfuric acid. HNO3 concentrated H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ നൈട്രേഷൻ ചെയ്യാണ്. എന്താ ഉണ്ടാകുന്ന? 1 ക്ലോറോ 2 നൈട്രോ ബെൻസീൻ. കണ്ടില്ലേ? 1 ക്ലോറോ 2 നൈട്രോ ബെൻസീൻ. അവിടെയും എന്താണ്? ഓർത്തോ പൊസിഷൻ മൈനർ ആണ്. മേജർ ഏത് പൊസിഷനാണ്? പാരാ പൊസിഷനാണ്. 1 ക്ലോറോ 4 നൈട്രോ ബെൻസീൻ ഉണ്ടാകുന്നുണ്ട്. സൾഫോണേഷൻ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ എന്താണ്? അതായത് മൈനർ. ഓർത്തോ പൊസിഷൻ എപ്പോഴും കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. മേജറായിട്ട് ഉണ്ടാകുന്നത് എന്താണ്? പാരാ ആണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓർത്തിരിക്കണം. ഹാലോജിനേഷൻ, അതുപോലെ തന്നെ നൈട്രേഷൻ, സൾഫോണേഷൻ ഒക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് ഓർത്തോ ആൻഡ് പാരാ ഡെറിവേറ്റീവ്സ് കിട്ടണമെന്ന് ഓർത്ത് പഠിക്കുക. ഓക്കെ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനിൽ എന്താണ്? നോക്ക്, അവിടെ CH3Cl ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ലേ. അപ്പോൾ എന്തുണ്ടാവുന്നു? നോക്ക്, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ എന്താ വരുന്നത്?
CH3 ഗ്രൂപ്പ് അത് ആഡ് ചെയ്യുന്നു അല്ലേ. അവിടെയും പാരാ പൊസിഷനിലാണ് മേജറായിട്ട് അതിൻ്റെ മേജർ പ്രോഡക്റ്റ് അതാണ്. ഓക്കെ, 1-chloro 4-methyl ബെൻസീൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഫ്രീഡൽ ക്രാസ് റിയാക്ഷൻ. ഓക്കെ, ഫ്രീഡൽ ക്രാസ് റിയാക്ഷൻ എന്താണ്? ഇതുപോലെ തന്നെ ഒരു അരീനിലേക്ക് അല്ലേ, ഹാലോ അരീനിലേക്ക് എന്തുണ്ടാവുന്നു? CH3Cl അഡീഷൻ നടക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ ഡെറിവേറ്റീവ്സ് ആണ് ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഹാലോജിനേഷൻ ആയാലും നൈട്രേഷൻ ആയാലും സൾഫോണേഷൻ ആയാലും ഫ്രീഡൽ ക്രാസ് റിയാക്ഷൻ ആയാലും അവിടെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ അവിടെ അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടാകുന്നു ഓർത്ത് പഠിക്കുക. ഓക്കെ, അടുത്തത് nitration. With dilute nitric acid at low temperature, phenol yields a mixture of ortho and para nitrophenols. ഫീനോളിൻ്റെ റിയാക്ഷൻസ് ആണ് നോക്കുക. ഡയലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് ലോ ടെമ്പറേച്ചറിൽ ഫീനോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ നൈട്രോഫിനോൾസ്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ നൈട്രോഫിനോൾസ് ആണ് തരുന്നത്. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഫീനോൾ ഇപ്പം നമ്മൾ ആൽക്കഹോൾസിലേക്കാണ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസിലേക്കാണ് പോയത്. ഫീനോള് നൈട്രേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ നൈട്രോഫിനോൾ ആണ് തരുന്നത്. ഓക്കെ, ഇത്രയെങ്കിലും ഈ റിയാക്ഷൻസ് എങ്കിലും മറക്കാതെ പഠിച്ചിട്ട് പോകണം. വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഫീനോൾ ഈസ് കൺവേർട്ടഡ് ടു 2,4,6-trinitrophenol. The product is commonly known as picric acid. The yield of the reaction product is poor. അല്ലേ, പിക്രിക് ആസിഡ് നോക്കുക. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആകുമ്പോൾ എന്താണ്? സാധാരണ നൈട്രിക് ആസിഡ് അല്ലേ. ഡയലൂട്ട് നൈട്രിക് ആസിഡ് ആകുമ്പോൾ ഇറ്റ് ഗീവ്സ് എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ നൈട്രോ ഫീനോൾ ആണ് തരുന്നത് അല്ലേ. എന്നാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആകുമ്പോൾ എന്താ തരുന്നത്? ഫീനോള് 2,4,6 പൊസിഷൻസിൽ എന്താണ്? ട്രൈ നൈട്രോഫീനോൾ തരുന്നു. അതിനെ എന്ത് വിളിക്കുന്നു? പിക്രിക് ആസിഡ്. ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോവുക. പിക്രിക് ആസിഡ് അല്ലേ, എങ്ങനെയാണ്? വിത്ത് ഫീനോൾ വെൻ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഈൽസ് എന്താണ്? പിക്രിക് ആസിഡ് അല്ലേ. നോക്ക്, അത് പഠിച്ചിട്ട് പോവാം. വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ്ലി ചോദിച്ചതാണ്. വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ 2,4,6 ട്രൈബ്രോമോഫീനോൾ ആണ് ഉണ്ടാകുന്നത്. 2,4,6 ട്രൈബ്രോമോഫീനോൾ. അടുത്ത കോൾസ് റിയാക്ഷൻ ആണ്. ഫിനോക്സൈഡ് അയോൺ ജനറേറ്റഡ് ബൈ ട്രീറ്റിംഗ് ഫീനോൾ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഈവൻ മോർ റിയാക്റ്റീവ് ദാൻ ഫീനോൾ ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹെൻസ് ഇറ്റ് അണ്ടർഗോസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് എ വീക്ക് ഇലക്ട്രോഫൈൽ. അതിന് എന്താ നമ്മൾ പറയുന്നത്? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസിൻ ഈസ് ഫോംഡ് ആസ് ദ മെയിൻ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഉണ്ടാകുന്നതെന്ന് നോക്കേ. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് കോൾബ് റിയാക്ഷൻ. കോൾബ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീനോളിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട്, അങ്ങനെ പഠിച്ചാൽ മതി. കോൾബ് റിയാക്ഷനിൽ ഫീനോളിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? 2-hydroxy ബെൻസോയിക് ആസിഡ്. അതിനെ എന്താ വിളിക്കുക? സാലിസിലിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സാലിസിലിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, 2-hydroxy ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് എന്നാണ് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, റെയ്മർ ടൈമർ റിയാക്ഷൻ എന്താണെന്നാണ്? ഓൺ ട്രീറ്റിംഗ് ഫീനോൾ വിത്ത് ക്ലോറോഫോം ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എ CHO ഗ്രൂപ്പ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ഓർത്തോ പൊസിഷൻ ഓഫ് ബെൻസീൻ റിംഗ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് റെയ്മർ ടൈമർ റിയാക്ഷൻ. അപ്പോൾ റെയ്മർ ടൈമർ റിയാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതാണ്. എന്താണ് റെയ്മർ ടൈമർ റിയാക്ഷൻ നോക്കുക. ഫീനോളിനെ CHCl3+ അക്വസ് NaOH ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? എന്താണ്ടാകുന്നത്? ഓർത്തോ പൊസിഷനിലും അല്ലേ, ഓർത്തോ പൊസിഷനിൽ എന്ത് വരുന്നു? CHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓർത്തോ പൊസിഷനിൽ CHO ഗ്രൂപ്പ് വരുന്നു. ഓക്കെ, അതിനെ നമ്മൾ എന്താ പറയുന്നത്? എന്നിട്ട് അതിൽ നിന്ന് എന്തുണ്ടാകുന്നു? സാലിസിൽ ആൽഡിഹൈഡ് ആകുന്നു. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയ്മർ ടൈമർ റിയാക്ഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പഠിച്ചിട്ട് നോക്കിയിട്ട് പോകണം. ഓക്കെ, അടുത്ത റിയാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്. ഇതും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഫീനോളിനെ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ബെൻസീൻ ഉണ്ടാവുന്നു. ഓക്കെ, ഫീനോൾ അല്ലേ ഈസ് കൺവേർട്ടഡ് ടു ബെൻസീൻ ഓൺ ഹീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ്. ഫിനോളിനെ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് കംപ്ലീറ്റ് റിയാക്ഷൻ ഇത്രയും തരും. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയാറുണ്ട്. പ്രോഡക്റ്റ് എന്താണ്? ബെൻസീൻ ആണ് കേട്ടോ, ബെൻസീൻ ആണ് ഉണ്ടാകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സിൽ വരുന്നതാണ് ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ് എന്താണ്? അസൈൽ ക്ലോറൈഡ്. അതായത് ഇവിടെ ബെൻസോയിൽ ക്ലോറൈഡ് ആണ് തന്നിരിക്കുന്നത്. ഈസ് ഹൈഡ്രോജനേറ്റഡ് ഓവർ കാറ്റലിസ്റ്റ് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. റോസ്മണ്ട് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസോയിൽ ക്ലോറൈഡിനെ എന്താണ് ചെയ്യുന്നത്? ഹൈഡ്രോജനേറ്റഡ് ഓവർ കാറ്റലിസ്റ്റ് പലേഡിയം ഓർ ബേരിയം സൾഫേറ്റ് അല്ലേ, ഓൺ ബേരിയം സൾഫേറ്റ്.
അതായത് ഹൈഡ്രോജനേഷൻ നടത്തുകയാണ്. കാറ്റലിസ്റ്റ് എന്ന പരേഡിയം ഓൺ ബേരിയം സൾഫേറ്റിൻ്റെ പ്രസൻസിലെ ഹൈഡ്രോജനേഷൻ എന്തിനെ ബെൻസോയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ബെൻസാൾഡിഹൈഡ് കിട്ടുന്നു. ബെൻസാൾഡിഹൈഡ് ഇതാണ് റോസ്മണ്ട് റിഡക്ഷൻ. ഹൈഡ്രജൻ ആണ് അല്ലേ, റിഡക്ഷൻ ആണ് റോസ്മണ്ട് റിഡക്ഷൻ. ബെൻസാൾഡിഹൈഡ് ബെൻസോയിൽ ക്ലോറൈഡ് ഈസ് കൺവേർട്ടഡ് ടു ബെൻസാൾഡിഹൈഡ്. റോസ്മണ്ട് റിഡക്ഷൻ പഠിച്ചിട്ട് പോകണം. റൈമറ്റൈമർ റിയാക്ഷൻ, റോസ്മണ്ട് റിഡക്ഷൻ ഒക്കെ പഠിച്ചിട്ട് തന്നെ പോകണം. ഫ്രം നൈട്രൈൽസ് ആൻഡ് എസ്റ്റേഴ്സ് അത് ഓർത്തിരിക്കുക. അതിനെ സ്റ്റീഫൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. നൈട്രൈൽസ് ആർ റെഡ്യൂസ്ഡ് ടു കറസ്പോണ്ടിങ് with stannous chloride അല്ലേ, corresponding imine by with stannous chloride in the presence of hydrochloric acid which on hydrolysis give corresponding aldehyde. ഓക്കെ, നോക്കിയേ സ്റ്റീഫൻ റിയാക്ഷൻ എന്താണ്? RCN പ്ലസ് SnCl2 പ്ലസ് HCl സ്റ്റാനസ് ക്ലോറൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റാനസ് ക്ലോറൈഡുമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു നൈട്രൈൽസിനെ അല്ലേ. RCN നൈട്രൈൽസിനെ സ്റ്റാനസ് ക്ലോറൈഡ് SnCl2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞത്? വിച്ച് ഗീവ്സ് എന്താണ്? ആൽഡിഹൈഡ്. കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആണ് തരുന്നത്. RCHO ആൽഡിഹൈഡ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് തരുന്നു. ഈ റിയാക്ഷനെയാണ് സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് എറ്റേഡ് റിയാക്ഷൻ ആണ്. അവിടെ എന്താണ്? ടൊളുവീൻ ആണ് എറ്റേഡ് റിയാക്ഷനിലെ ടൊളുവീൻ എന്താണ്? എന്ത് തരുന്നു? ബെൻസാൾഡിഹൈഡ് ആയിട്ട് മാറുന്നതാണ് എറ്റേഡ് റിയാക്ഷൻ. ടൊളുവീൻ CrO2Cl2 കാർബൺ ഡൈസൾഫൈഡിൻ്റെ പ്രസൻസിൽ എന്തായി മാറുന്നു? ബെൻസാൾഡിഹൈഡ് ആയിട്ട് മാറുന്നു. അതാണ് എന്ത്? ബെൻസാൾഡിഹൈഡ് ആയിട്ട് മാറുന്നതാണ് എറ്റേഡ് റിയാക്ഷൻ. അപ്പോൾ സ്റ്റീഫൻ റിയാക്ഷൻ, എറ്റേഡ് റിയാക്ഷൻ, റോസ്മണ്ട് റിയാക്ഷൻ, അതുപോലെ തന്നെ റെയ്മറ്റൈമർ റിയാക്ഷൻ ഇതെല്ലാം പഠിച്ചിട്ട് വേണം, നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അതൊക്കെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ വെൻ ബെൻസീൻ ഓർ ഇസ് ഡെറിവേറ്റീവ് ഈസ് ട്രീറ്റഡ് വിത്ത് carbon monoxide and hydrogen chloride in the presence of anhydrous aluminum chloride or cuprous chloride, it gives benzaldehyde or substituted benzaldehyde. എന്താണത്? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസീനെ എങ്ങനെയാണ് ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഇറ്റ് ഗീവ്സ് എന്താണ്? ബെൻസാൾഡിഹൈഡ്. ഇതാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ബെൻസാൾഡിഹൈഡ്. ക്ലിയർ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫ്രം ബെൻസീൻ ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസ്. വെൻ ബെൻസീൻ ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഇറ്റ് അഫോർഡ്സ് ദ കറസ്പോണ്ടിങ് കീറ്റോൺ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷനെയാണ് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം, ബെൻസീൻ അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അതുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഇറ്റ് അഫോർഡ്സ് ദ കറസ്പോണ്ടിങ് കീറ്റോൺ. എന്താ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് കീറ്റോൺ? ഇതാണ് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോകണം. അടുത്തത് റിഡക്ഷൻ ടു ഹൈഡ്രോകാർബൺസ് അല്ലേ. റിഡക്ഷൻ ടു ഹൈഡ്രോകാർബൺസിൽ നമുക്ക് എന്താണ്? ക്ലമൻസൺസ് റിഡക്ഷനും വുൾഫ് കിഷ്ണർ റിഡക്ഷനുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലമൻസൺസ് റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. നോക്കി, ഇതാണ് ക്ലമൻസൺസ് റിഡക്ഷൻ, ഇത് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക് അമാൽഗമുമായിട്ട് HClൻ്റെ പ്രസൻസിൽ എന്താ ഇത്? C ഡബിൾ ബോണ്ടോ അല്ലേ, അതിനെ റിയാക്ട് ചെയ്യിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അതെന്തായി മാറുന്നു? CH2 ആയിട്ട് മാറുന്നു. അവിടെ റിഡക്ഷനാണ് നടക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ C ഡബിൾ ബോണ്ടോയിനെ NH2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? അവിടെ എന്താണ്? റിഡക്ഷൻ നടക്കുന്നു. ഇത് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ക്ലമൻസൺസ് റിഡക്ഷനും വുൾഫ് കിഷ്ണർ റിഡക്ഷനും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോവാം. ആൾഡോൾ കണ്ടൻസേഷൻ. Aldol condensation, aldehydes and ketones having at least one alpha hydrogen undergo a reaction in the presence of dilute alkali as catalyst to form beta hydroxy aldehydes. എന്താണ്? ആൾഡോൾ കണ്ടൻസേഷനിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ, അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലുമുള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും എന്താണ്? ഡയലൂട്ട് ആൽക്കലി കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ എന്താണ്? എന്ത് ചെയ്യുന്നു? എന്താവുന്നു? ടു ഫോം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്തനാൾ എന്തായിട്ട് മാറി നോക്കിയേ? ബ്യൂട്ട് 2 ഈനാളായി മാറി. ഓക്കെ, ബ്യൂട്ട് 2 ഈൻ ആൾ ആയിട്ട് മാറി.
ക്ലിയർ അല്ലേ? ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആവുന്നു. ഇതാണ് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ആൾഡോൾ കണ്ടൻസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അടുത്തത് കാനിസാരോ റിയാക്ഷൻ. കാനിസാരോ റിയാക്ഷനും പഠിക്കണം. ആ റിയാക്ഷനും നോക്കിയേരെ. എന്താണ് കാനിസാരോ റിയാക്ഷൻ അത് വായിക്കാനുള്ള നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ റിയാക്ഷനും ഒന്ന് ഓർത്ത് പോകണം. കാനിസാരോ റിയാക്ഷനിൽ ഫോർമാൽഡിഹൈഡ് അല്ലേ, ഫോർമാൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് KOH മായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? കാനിസാരോ റിയാക്ഷനിൽ എന്താണ്? ഫോർമാൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? മെത്തനോൾ ഉണ്ടാവുന്നു അല്ലേ, മെത്തനോൾ ഉണ്ടാവുന്നു. അതുപോലെ ബെൻസാൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബെൻസൈൽ ആൽക്കഹോൾ ഉണ്ടാവുന്നു. ഓക്കെ, ഇതാണ് കാനിസാരോ റിയാക്ഷനിൽ പഠിക്കേണ്ടത്. കാനിസാരോ റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. ഓക്കെ, ആൽഡിഹൈഡ്സ് which do not have an alpha hydrogen atom undergo self oxidation and reduction. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തത് അതാണ് ഫോർമാൽഡിഹൈഡ്. കണ്ടോ, ഇറ്റ് അണ്ടർഗോസ് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഓൺ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്ന് എന്തായി മാറുന്നു? അത് ആൽക്കഹോളായിട്ട് മാറുന്നു, ആൽക്കഹോളായിട്ട് മാറുന്നു. ഇതാണ് കാനിസാരോ റിയാക്ഷൻ, അത് പഠിക്കണം. അടുത്തത് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. aromatic carboxylic acids undergo electrophilic substitution reactions in which the carboxyl group act as a deactivating and meta-directing. നോക്കേ, എന്താണ് ഇവിടെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോക്സിലിക് അല്ലെ, അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ആണ്. അത് എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വിധേയമാകുമ്പോൾ അത് എന്താ തരുന്നതെന്നാണ് പറഞ്ഞത്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അത് ഇറ്റ് ആക്ട് ആസ് എ ഡീആക്ടിവേറ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. എന്താണ് നോക്കിയേ, മെറ്റാ പൊസിഷനിലാണ് അവിടെ ബ്രോമിൻ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോക്കിയേ, മെറ്റാ പൊസിഷനിലാണ് ബ്രോമിൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓർത്തോ, മെറ്റാ, പാരാ പൊസിഷൻസ് അല്ലേ. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ എവിടെയാണ് നമ്മൾ കണ്ടത്? ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസിലാണ് വന്നത് അല്ലേ. ഇവിടെ എന്താണ്? മെറ്റാ പൊസിഷനിലാണ് ആ എന്ത് ഹലജൻ ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അതിനെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ അതും അറിഞ്ഞിരിക്കുക. അടുത്തത് കാർബൈൽ അമീൻ റിയാക്ഷൻ. എന്താണ് കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമീൻസ് ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് എത്തനോളിക് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ഐസോസൈനൈഡ്സ് ഓർ കാർബൈൽ അമീൻസ് വിച്ച് ആർ ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസസ്. കാർബൈൽ അമീൻ റിയാക്ഷൻ. സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ് ഡു നോട്ട് ഷോ ദിസ് റിയാക്ഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് കാർബൈൽ അമീൻ റിയാക്ഷൻ ഓർ ഐസോസൈനൈഡ് ടെസ്റ്റ്. അപ്പോൾ കാർബൈൽ അമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസൈനൈഡ് ടെസ്റ്റ് ആണ് പ്രൈമറി അമീൻ ആണോ എന്ന് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റ് അല്ലേ. കാരണം എന്താണ്? സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ് ഡു നോട്ട് ഷോ എന്ത്? കാർബൈൽ അമീൻ റിയാക്ഷൻ. അപ്പോൾ അത് ഓർത്തിരുന്നോളൂ. അപ്പോൾ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്തിൻ്റെ ടെസ്റ്റ് കൂടിയാണ്? പ്രൈമറി അമീൻസ് ആണോ എന്ന് ഉള്ള ഒരു കൺഫർമേഷൻ ടെസ്റ്റാണ് കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ് ഡു നോട്ട് ഷോ എന്താണ്? ഈ ടെസ്റ്റ്, അതായത് എന്ത്? കാർബൈൽ അമീൻ ടെസ്റ്റ്. സോ ഇറ്റ് ഈസ് എ കൺഫർമേഷൻ ടെസ്റ്റ് ഫോർ എന്താണ്? പ്രൈമറി അമീൻസ്. പ്രൈമറി അമീൻസിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റാണ് കാർബൈൽ അമീൻ ടെസ്റ്റ്. അതൊക്കെ ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. RNH2 + CHCl3 + 3 KOH on heating is RNC + 3 KCl + 3 H2O. ഇതാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ബ്രോമിനേഷൻ ആണ്. അനിലീൻ റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അനിലീൻ അറിയാലോ, അതായത് ബെൻസിൻ റിങ്ങിൽ NH2 വരുന്നത് അല്ലേ. അനിലീൻ റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ ടു ഗീവ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് 2,4,6 ട്രൈബ്രോമോ അനിലീൻ. 2,4,6 ട്രൈബ്രോമോ അനിലീനാണ് അവിടെ ഉണ്ടാകുന്നത്. ബ്രോമിനേഷൻ ഇതെന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നൈട്രോ ബെൻസിൻ ആണ് അല്ലേ. അതിനെ റിഡക്ഷൻ ചെയ്യുമ്പോൾ, അതായത് H2 ആയിട്ട് ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എത്തനോൾ എന്തായിട്ട് മാറുന്നു? അതെന്തായിട്ട് മാറുന്നു? അത് അനിലീനായിട്ട് മാറുന്നുണ്ട് അല്ലേ. അനിലീനായിട്ട് മാറുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ റിയാക്ഷൻസ് എല്ലാം പഠിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ അത്യാവശ്യം ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് എന്തെല്ലാമാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെല്ലാം അത്യാവശ്യം നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ചില ചാപ്റ്റേഴ്സ് അത് പറഞ്ഞിട്ടില്ല, അത് പറയാൻ നിങ്ങൾക്കറിയാം അല്ലേ. പോളിമേഴ്സ് നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെൻസും കോർഡിനേറ്റ് കോമ്പൗണ്ട്സും
കോമ്പൗണ്ട്സ് അത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതല്ലാതെ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് തന്നെ പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇതിനെ കാണുക. ഇനിയുള്ള സമയത്ത് ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് പോവുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ പഠിച്ചത് കുറച്ചാ പഠിച്ചുള്ളെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് വീണ്ടും വീണ്ടും പഠിച്ച് തെറ്റാണ്ട് എഴുതാൻ നോക്കുക. ഈ പറഞ്ഞതിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും ഇനിയുള്ള സമയത്ത് നോക്കി ഒന്ന് മനസ്സിരുത്തി പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും പരീക്ഷ എളുപ്പമാവാനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.